ഒക്കെ കടന്നുപോയിട്ടുണ്ട്. ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ ഏറ്റവും മുമ്പിലുള്ള വ്യക്തിയുടെ മേലെ കണ്ട ചിത്രം വളരെ ദൂരത്ത് കാണുന്ന സമയത്ത് എൻ്റെ കാഴ്ചയെങ്കിലും അറിയില്ല. എൻ്റെ നേരെ മുമ്പിലുള്ള ചിത്രം AC കടന്നായിരുന്നതാണെന്ന് ഞാൻ ഊഹിക്കും. അവിടെ ചിത്രം കാഞ്ഞങ്ങാട് നമ്മുടെ ഈ മേഖലയിൽ ഹോസ്പിറ്റൽ പ്രദേശത്ത് വലിയ ജന്മി ആയിട്ടും പുരോഗമന പ്രസ്ഥാനത്തിന് വേണ്ടി ഏറ്റവും അധികം ത്യാഗവും പ്രവർത്തിച്ച AC കടന്നായിരുന്നു. കെ ദാമോദരൻ്റെ രാഷ്ട്രീയ ജീവിതമായിട്ട് ബന്ധമുണ്ട്. അത് ഞാനൊരു ഓർമ്മിച്ചു. 1938 കാലത്ത് KPCC കോൺഗ്രസ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കേരളത്തിലുള്ള ഘടകം KPCC മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ നേതൃത്വ വലതുപക്ഷം ഇടതുപക്ഷം തമ്മിൽ നടന്ന മത്സരത്തിൽ ഒരു വോട്ട് ഏറ്റവും നിർണായകമായിരുന്നു. അത് ഒരു വോട്ട് മാത്രം, ഇവിടെയുള്ള 2 വോട്ടാണ്. ഒന്ന് AC കടന്നാൻ്റെ വോട്ടും അദ്ദേഹത്തിന്റെ തന്നെ കസിനായിട്ടുള്ള KT കുഞ്ഞിരാമന്റെ പേരുണ്ട്. 2 വോട്ട് ഏറ്റവും വളരെ നിർണായകം. അത് KT കുഞ്ഞിരാമന്റെ പേർ സ്ഥിരമായിട്ട് ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന ഒരാളാണ്. AC കടന്നാലും വളരെ ആ തരത്തിൽ, പക്ഷെ അദ്ദേഹത്തിന്റെ വോട്ട് നിർണായകമായ ആ വോട്ട് ആണ് KPCC ഇടതുപക്ഷത്തേക്ക് കൊണ്ടുവരുന്നത് പ്രദേശം. അതിന് പേരിൽ അദ്ദേഹം വലിയ നഷ്ടങ്ങൾ സംഭവിച്ച ഒരാളാണ് AC കടന്നാൻ. അങ്ങനെയുള്ള KPCCയുടെ സെക്രട്ടറി ആയിരുന്നു കെ ദാമോദരൻ 1939 കാലത്ത്. ആ കാലത്ത് ഒരു തടുക്കുന്നത് പറഞ്ഞുകൊണ്ട് അവർ പോകാം. ആ കാലത്ത് തമിഴ് വക്കീൽ പറഞ്ഞു, ദീർഘകാലം ഇടയ്ക്കിടയ്ക്ക് ജയിലിൽ പോകുന്ന ഒരാളായിരുന്നു ദാമോദരൻ. 1940 കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കുന്ന 1939 ഡിസംബർ അവസാനത്തെ ആഴ്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉള്ളതുള്ളൂ. അതിനുശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനം ആരംഭിച്ചു. ഞാനിവിടെ ലൈബ്രറി കൗൺസിലിന്റെ പരിപാടിയാണെങ്കിലും കെ ദാമോദരൻ എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപക നേതാവായതുകൊണ്ട് അത് പറയാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം അദ്ദേഹത്തിന്റെ ജീവിതം അതുവരെ ഉള്ള ജീവിതമാണ്. അപ്പൊ അദ്ദേഹം അങ്ങനെ KPCC സെക്രട്ടറി ആയതുകൊണ്ട് അദ്ദേഹത്തിന് കാര്യം ചെയ്യാൻ പറ്റും. അങ്ങനെ KPCC സെക്രട്ടറി കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തനം രഹസ്യമായി കോൺഗ്രസിനകത്താണ് പ്രവർത്തിക്കുന്നത്. ആ കോൺഗ്രസിനകത്ത് പ്രവർത്തിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇങ്ങനൊരു പാർട്ടി രൂപീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് അറിയുന്നത് ജനുവരി 26 കേരളത്തിൽ, പ്രത്യേകിച്ച് മലബാറിലെ എല്ലാ തെരുവുകളിലും എല്ലാ പ്രദേശങ്ങളിലുള്ള ഭിത്തികളിലും ഉള്ള രീതിയിൽ ചുമരെടുത്ത് ഇൻകുലാബ് സിന്ദാബാദ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി സിന്ദാബാദ്, അങ്ങനെ പുതിയൊരു പാർട്ടി രൂപീകരിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ആളുകൾ മനസ്സിലാക്കുന്നതാണ് 40 ജനുവരി 26. അതിനുശേഷം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കെ ദാമോദരൻ പ്രസ്താവന, KPCC കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആളല്ല, കെ ദാമോദരൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അല്ല പറയുന്നത് KPCC ജനറൽ സെക്രട്ടറി ഒരു പ്രസ്താവന ഇറക്കുകയാണ്. സെപ്റ്റംബർ 15 ഈ കേരളത്തിലെ എല്ലാ സ്ഥലത്തും, കേരളം അതുകൊണ്ട് അതുകൊണ്ട് കേരളം ആയിട്ടില്ല, പ്രത്യേകിച്ച് മലബാറിൽ മാത്രമാണ്. പക്ഷെ KPCC എന്നാണ് പേര്. അവരുടെ മർദ്ദന പ്രതിഷേധവും വിലക്കയറ്റത്തിനെതിരായ പ്രതിഷേധവും ആചരിക്കണം. അത് നിരോധനം ലംഘിച്ചും അങ്ങനെ ആചരിക്കണം എന്നാവശ്യപ്പെടുക. ആ പ്രസ്താവന കേട്ടിട്ടാണ് ആദ്യമായിട്ട് കമ്മ്യൂണിസ്റ്റുകാർ, കർഷക സംഘത്തിന്റെ പ്രവർത്തനം കമ്മ്യൂണിസ്റ്റുകാരും, നമുക്കറിയാം സെപ്റ്റംബർ 15 മോറാണ്, കണ്ണൂർ ജില്ലയിലെ മോറാണ്, നമ്മുടെ 92 ജില്ലയാണ് പറയും, മോറാണ്, മട്ടന്നൂര്, തലശ്ശേരി തുടങ്ങിയ ഒരുപാട് പ്രദേശ സ്ഥലങ്ങളിൽ 16 സ്ഥലങ്ങളിൽ വലിയ രീതിയിലുള്ള കർഷകരും തൊഴിലാളികളും വലിയ മുന്നേറ്റത്താണ്. മോറാണിൽ 2 പോലീസുകാർ കൊല്ലപ്പെട്ടു, മട്ടന്നൂരിൽ 1 പോലീസുകാർ കൊല്ലപ്പെട്ടു, തലശ്ശേരിയിൽ അബു ചാത്തുകുട്ടി രക്തസാക്ഷികളായി. ഇങ്ങനെയുള്ള വലിയ സംഭവം. അതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണത്തിന്റെ തുടക്കം പ്രഖ്യാപിക്കുന്നത് ഈ സംഭവത്തിന് കാരണം കെ ദാമോദരന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം എന്താ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ച ഘട്ടത്തിൽ ഒരു തീരുമാനമെടുത്തു, ദാമോദരനും അതുകൊണ്ട് ഏതാനും സഹായിക്കും P. നാരായണൻ തുടങ്ങിയ ആളുകൾ തൽക്കാലം കോൺഗ്രസ് എന്ന നിലയിൽ നിൽക്കണം. അങ്ങനെ അവരുടെ സ്റ്റേറ്റ്മെന്റ് വന്ന് ഈ സംഭവം മോറാണ് സംഭവം. കുട്ടികൃഷ്ണനും SI കുട്ടികൃഷ്ണനും പോലീസുകാരെ കൊല്ലപ്പെട്ടു ഗോപാലാണ്. അപ്പൊ AICC കോൺഗ്രസിന്റെ ദേശീയ ഹൈക്കമാൻഡ് എന്ത് ചെയ്തു? KPCC പിരിച്ചുവിട്ടിട്ട് ഈ മേഖലയിൽ നിന്ന് ആരും അതിന്റെ പ്രസിഡന്റ് ആവാൻ ആളെ കിട്ടില്ല എന്ന് വന്ന്
ആന്ധ്രയിൽ നിന്നുള്ള ഒരാളെ കൊണ്ടുവന്നിട്ട് KPCC പ്രസിഡന്റായി എന്നൊരു സംഭവം ദാമോദരൻ അന്ന് അറസ്റ്റ് ചെയ്തു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ദാമോദരൻ അറസ്റ്റ് ചെയ്തു. മൊറാണ സംഭവവുമായി ബന്ധപ്പെട്ട് സെപ്റ്റംബർ 15 സംഭവവുമായി ബന്ധപ്പെട്ട് നമ്മുടെ KPR വധിച്ചുകൊണ്ട് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമുക്കറിയാം. അതിന് പുറമെ യഥാർത്ഥ ആ സമരത്തിന് ആഹ്വാനം ചെയ്ത ദാമോദരൻ അറസ്റ്റ് ചെയ്ത് 5 കൊല്ലം ജയിലിലിട്ടു. 5 കൊല്ലാണ് ജയിലിൽ. 45 മാത്രമേ എടുത്തുള്ളൂ. അതുമായി ബന്ധപ്പെട്ട് വേറെ കാര്യങ്ങൾ സംസാരിക്കേണ്ടതുകൊണ്ട് അവിടേക്ക് വരാം. പിന്നെ പറഞ്ഞത് AC കണ്ണന്റെ ചിത്രം കണ്ടതുകൊണ്ട് ആ KPCC സെക്രട്ടറി ആവാൻ ഇടയായ തെരഞ്ഞെടുപ്പിൽ KPCCയുടെ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ജയിക്കാനുള്ള കാരണം ആദ്യം EMS സെക്രട്ടറിയായി പിന്നീട് കേരള സെക്രട്ടറിയായി ജയിക്കാനിടയായിട്ടുള്ള സാഹചര്യം AC കണ്ണന്റെ നിർണായകമായ വോട്ട് ആണ് എന്ന് സൂചിപ്പിക്കാറുണ്ട്. ഇനി കേരളാമോദരൻ യോഗത്തിലേക്ക് വന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ലൈബ്രറി കൗൺസിലിന്റെ തീരുമാനത്തിൽ വളരെയധികം ആഹ്ലാദകരം പറയുന്നുണ്ട്. ഇപ്പൊ അദ്ദേഹം പറഞ്ഞു, വക്കീൽ പറഞ്ഞു, വളരെ പ്രത്യേക സാഹചര്യത്തിലാണ് അദ്ദേഹം മരിച്ചത്. അദ്ദേഹം അങ്ങനെ മരിച്ചത് മാത്രം നമുക്ക് അറിയാം. നമ്മൾ വർഷങ്ങളോളം അദ്ദേഹത്തെ നമ്മൾ ആരും തന്നെ അനുസ്മരിച്ചില്ല. അടുത്ത കാലത്ത് നമ്മൾ അനുസ്മരിച്ചത് അദ്ദേഹം എന്നുള്ളത് ഒരു ചെറിയ ഒരാളല്ല. അദ്ദേഹം പറഞ്ഞു രാഹുൽ സാഹിത്യായാലും പ്രയത്നത്തിൽ കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം ഇന്ത്യയിൽ ജനിച്ച ഏറ്റവും വലിയ മാർക്സിസ്റ്റാണ്. ചെറിയ ഒരാളല്ല. പക്ഷെ അദ്ദേഹം നമ്മുടെ ഈ രാഷ്ട്രീയമായ പിളർപ്പുകൾ ഒരുപക്ഷെ പിളർപ്പുകൾ കൊണ്ടുണ്ടാകുന്ന വലിയ ദുരന്തം, ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നാണ് ഈ കേരളാമോദരനെ സംഭവിച്ചിട്ടുള്ളത്. അങ്ങനെ വലിയ ദുരന്തം സംഭവിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തിന് മരണം സംഭവിക്കുന്നത്. പിന്നെ പറഞ്ഞത് അദ്ദേഹം വാസ്തവത്തിൽ ഈ പൊന്നാനി അടുത്ത തിരൂരിലെ പൊറൂർ പറഞ്ഞ സ്ഥലത്ത് 1912 ജനിച്ചു. ഇപ്പൊ പറഞ്ഞത് 17 വയസ്സായ സമയത്ത് അദ്ദേഹം സാമൂതിരി കോളേജ് ഒരു ഓലക്കൊട പീകോലപ്പള്ളിയുടെ ജീവനത്തിൽ പറഞ്ഞ ഒരു ഓലക്കൊട എടുത്തിട്ട് സാമൂതിരി കോളേജ് വരുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ തന്നെ ആദ്യ വീട്ടിൽ അദ്ദേഹത്തിന് അനുഭവം ഉണ്ടായി. അദ്ദേഹം വലിയ സാമ്പത്തിക ശേഷിയുള്ള വലിയൊരു ജന്മി കുടുംബത്തിൽപ്പെട്ട ആളാണ്. അദ്ദേഹത്തിന്റെ വീട്ടിലെ ലളിത് ആയിട്ടുള്ള വേലക്കാരനെ കാരണം അവരെ പിടിച്ച് ഒരു തെങ്ങി പിടിച്ച് കെട്ടി മർദ്ദിക്കുന്ന സമയത്ത് ശേഷം അദ്ദേഹത്തെ അഴിച്ചുവിടാൻ വേണ്ടി പോയപ്പോ ആ തൊഴിലാളി പറയാണ്, എന്നെ അഴിച്ചുവിടണ്ട, എന്നെങ്കിലും തല്ലിയാലും എന്നെങ്കിലും പിടിച്ച് കെട്ടിയാലും എന്നെ രക്ഷിക്കുന്നത് ഈ ആളാണ്, ജന്മിയാണ്, രക്ഷിക്കുന്നത് ഈ ജന്മിയാണ്. അവിടെ എന്നെ നിങ്ങളെ അഴിച്ചുവിടേണ്ട കാര്യമില്ല. കാരണം എനിക്ക് ആ തല്ല് കൊള്ളുന്നതിലോ എന്നെ പിടിച്ച് കെട്ടിയിടുന്നതിലോ യാതൊരു പ്രതിഷേധമല്ല, ദേഷ്യവും ഇല്ലാതെ ആദ്യത്തെ. അങ്ങനെ ഈ കേരളാമോദരൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ, ഒരു മനുഷ്യന്റെ, ഒരു ജന്മി കുടുംബത്തിൽപ്പെട്ട ഒരാളുടെ ആ കീഴടത്ത്, ആ വീടിന്റെ പേര് കീഴടത്ത് പറയും, കീഴടത്ത് ദാമോദരൻ പേര്. ആ കീഴടത്ത് വീട്ടിൽ ജനിച്ച് ഇദ്ദേഹത്തിന് പെട്ടെന്ന് തോന്നുക നമ്മുടെ നാട്ടിലെ സാമൂഹ്യ വ്യവസ്ഥിതി, സാമ്പത്തിക വ്യവസ്ഥിതിയിൽ അടിമ സമാനമാണ് ആളുകൾ ജീവിക്കുന്നത്. ആ അടിമ യഥാർത്ഥത്തിൽ അത് സ്വയം ഏറ്റുവാങ്ങുന്ന ഒരു മാനസികാവസ്ഥയിലാണുള്ളത് എന്ന് ഈ ഒരു അനുഭവം സ്വന്തം വീട്ടിലുണ്ടായിട്ടുള്ള അനുഭവം മനസ്സിലാക്കി. അതിനുശേഷം അദ്ദേഹം ഈ കോളേജിൽ പഠിക്കാൻ, സാമൂതിരി കോളേജിൽ പഠിക്കാൻ പറ്റുന്ന സമയത്ത് 1930 പങ്കെടുക്കാൻ പറ്റിയില്ല. അതിനുശേഷം 1931 രണ്ടാം നിയമലംഘന പ്രസ്ഥാനം, EMS ഒക്കെ ആ രണ്ടാം നിയമലംഘന പ്രസ്ഥാനത്തെ വരുന്നത്. ഒന്നാം നിയമലംഘന പ്രസ്ഥാനത്തിൽ EMS വരുന്നത് 31 ഡിസംബർ തീരുമാനിക്കുന്നു, 32 ആ ഘട്ടത്താണ് EMS വരുന്നത്. ആ സമയത്ത് 19 വയസ്സാണ്. അപ്പൊ അറസ്റ്റ് 23 മാസമാണ് ജയിലിൽ. 23 മാസം ജയിലിട്ടപ്പോ അദ്ദേഹം കോയമ്പത്തൂരിലുള്ള ജയിലിലാണ് പോയ അധികം. അപ്പൊ അദ്ദേഹം തമിഴ് പഠിക്കുന്നു, ഹിന്ദി പഠിക്കുന്നു, അങ്ങനെയൊക്കെ തിരിച്ചു വരുന്നു. തിരിച്ചു വന്നപ്പോ അവിടെ അന്ന് കോൺഗ്രസ് ആണ്. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി ഉണ്ടായിട്ടില്ല. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി ഉണ്ടാകും 34 രാഷ്ട്രീയ മാത്രമേ ഉണ്ടാകും. അപ്പൊ എന്ത് ചെയ്യും? കോളേജിൽ പോയി വിദ്യാഭ്യാസം പോയി കിട്ടും. അപ്പൊ സുഹൃത്തുക്കളെ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് ആചാര്യ നരേന്ദ്രദേവിന്റെ നേതൃത്വത്തിൽ കാശി വിദ്യാപീഠം, പിന്നെ ബനാറസ് യൂണിവേഴ്സിറ്റിയിലായിട്ടുള്ള കാശി വിദ്യാപീഠത്തിൽ പഠിക്കാൻ പോകാം. അങ്ങനെ പഠിക്കണമെങ്കിൽ കാശ് വേണം. കണ്ണൂരിൽ നിന്നൊരു സമാഹാരം, ഒരു പുസ്തകം, കഥാ സമാഹാരമാണ് മാതൃഭൂമി പത്രം അദ്ദേഹത്തെ ഒരു പുസ്തകം, അദ്ദേഹം അതുവരെ എഴുതിയ ലേഖനങ്ങളൊക്കെ കൂടി കുത്തിക്കെട്ടി ഒരു പുസ്തകമാക്കി ഫ്രീ ആയിട്ട് അച്ചടിച്ചു കൊടുത്തു. ആ ഫ്രീ ആയിട്ട് അച്ചടിച്ചു കിട്ടിയ പുസ്തകം കുറെ കോപ്പി അടിച്ചു കിട്ടി. അത് അദ്ദേഹം തന്നെ കൊണ്ടുപോയി കോൺഗ്രസ്സുകാരുടെ ചെറിയ പൈസക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ പൈസ കൊണ്ട് അദ്ദേഹം വണ്ടി കയറി കാശി വിദ്യാപീഠത്തിലേക്ക് പോകും. ആ കാശി വിദ്യാപീഠത്തിൽ സംസ്കൃത ശാസ്ത്രി പരീക്ഷ പഠിക്കും.
പഠിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ക്ലാസ്മേറ്റ് തൊട്ടടുത്തിരിക്കുന്ന ആള് പിൽക്കാലത്ത് പ്രധാനമന്ത്രിയായിട്ടുള്ള ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. ലാൽ ബഹദൂർ ശാസ്ത്രി അടുത്ത സീറ്റിൽ ഈ കാശി വിദ്യാപീഠത്തിൽ ഇരിക്കുന്നത്. അദ്ദേഹത്തിന് മുമ്പ് അദ്ദേഹത്തിന് സീനിയർ ക്ലാസ് പഠിക്കുന്ന ആള് ഓംകാർനാഥ് ശാസ്ത്രി. ഓംകാർനാഥ് ശാസ്ത്രി അന്നേരം ഉത്തരേന്ത്യയിലുള്ള പ്രധാനപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാരാണ്. കമ്മ്യൂണിസ്റ്റുകാരെന്ന് ആ സമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിൽ രൂപപ്പെട്ടു വന്നിട്ടില്ല, വരുന്നേ ഉള്ളൂ. 1920 താഷ്കെൻഡിൽ വെച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചു എന്ന് പിന്നെ ഇപ്പോൾ ഉള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റും 1925 മാത്രമേ രൂപീകരിച്ചിട്ടുള്ളൂ എന്ന് CPI-യും ഒക്കെ പറയുന്നത്. അപ്പോ അങ്ങനെയുള്ള സമയത്ത് ഒരു ചെറിയ രീതിയിൽ ജി അധികാരികളെ പോലുള്ള ഗംഗാധര അധികാരിയെ പോലുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള പിന്നെ സോമനാഥ് ലാഹിരിയെ പോലുള്ള കുറച്ച് ആളുകൾ മാത്രം, അതുപോലെ എസ് എ ഡാനിയെ പോലുള്ള കുറച്ച് ആളുകൾ ട്രേഡ് യൂണിയൻ എസ് എ ഡാനിയെ പോലുള്ള കുറച്ച് ആൾക്കാർ ട്രേഡ് യൂണിയൻ പ്രവർത്തകർക്ക് ഇങ്ങനെയൊക്കെ ഉള്ളൂ. അപ്പൊ അങ്ങനെ പിന്നെ അതുപോലെ PC ജോഷി യൂത്ത് ലീഗ് ആയിട്ട് പ്രവർത്തിക്കുക. 1920-കളിൽ യൂത്ത് ലീഗ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുക. അങ്ങനെ പ്രവർത്തിക്കുന്ന സമയത്ത് കമ്മ്യൂണിസ്റ്റുകാരുടെ പുറത്തേക്ക് പറയാനില്ല. ആ ഘട്ടത്തിൽ 1935 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അംഗത്വം ഇന്ത്യയിൽ ആകെ 150 അംഗങ്ങൾ മാത്രമേ ഉള്ളൂ. ആ 150 അംഗങ്ങളുള്ള ആ സമയത്ത് ആണ് ഈ പറയുന്ന ഓംകാർനാഥ് ശാസ്ത്രി പറയുന്നത് ഇദ്ദേഹത്തിനോട് പറയാൻ പുതിയൊരു തത്വശാസ്ത്രം നമ്മുടെ ഇന്ത്യയിൽ ഇവിടെ ഉള്ള ഗാന്ധിസത്തിന്റെ പകരം മറ്റൊരു തത്വശാസ്ത്രം, അതല്ലാത്തൊരു വേറെ തത്വശാസ്ത്രം ലോകത്ത് ഉണ്ട്. ആ തത്വശാസ്ത്രത്തിൽ നിങ്ങൾ വരണം എന്ന് പറയുകയും ദാമോദരൻ അതിലേക്ക് ആകർഷണമാവുകയും. അങ്ങനെ ആകർഷണമായപ്പോൾ അദ്ദേഹത്തിന് അംഗത്വം പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അംഗത്വം 150 ആൾക്കാർ മാത്രമുള്ള 150 ആൾക്കാർ അംഗത്വമുള്ളൂ. ആ പാർട്ടിയിൽ അംഗത്വം കൊടുക്കുകയാണ്. ആര് അന്നത്തെ പാർട്ടിയുടെ പൊളിറ്റ് ബ്യൂറോ മെമ്പറായിട്ടുള്ള RD ഭരദ്വാജ് എന്നൊരു പൊളിറ്റ് ബ്യൂറോ RD ഭരദ്വാജ് അതിന് അംഗത്വം കൊടുക്കും. അങ്ങനെ ആ അംഗത്വം കൂടി ഈ ബിരുദവും ശാസ്ത്രീയ ബിരുദവും ആ അംഗത്വം കൂടിയാണ് അദ്ദേഹം ഇവിടെ വരുന്നത്. ഇവിടെ വന്ന് 35-36 ഘട്ടത്തിൽ ഇവിടെ വരുന്നു. ഈ 936 ഘട്ടത്തിൽ പ്രത്യേകത കേരളത്തിൽ ഇന്ത്യ രാജ്യത്തിൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് CSP ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിൽ അശോക് മെഹ്ത ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിൽ കോൺഗ്രസിന്റെ സോഷ്യലിസ്റ്റ് വിഭാഗം ഇടതുപക്ഷ വിഭാഗം അത് കോൺഗ്രസിന്റെ അകത്തേക്കാണ്. കോൺഗ്രസിന്റെ യോഗം AICC യോഗം ചേരുകയാണെങ്കിൽ അത് തലേ ദിവസം ഈ വിഭാഗം കൂടി യോഗം ചെയ്തു. അതിന് കോൺഗ്രസിന്റെ വിരോധമൊന്നുമില്ല. കോൺഗ്രസ് അങ്ങനെയുള്ള ഒരു പ്രസ്ഥാനം രൂപപ്പെട്ടു വരുന്നു. അങ്ങനെ രൂപപ്പെട്ടു വരുമ്പോഴാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അംഗത്വ കാർഡുമായിട്ട് ദാമോദരൻ വരുന്നത്. പക്ഷെ ദാമോദരൻ പറഞ്ഞില്ല ഇവിടെ കമ്മ്യൂണിസ്റ്റ് വരുന്നു. അദ്ദേഹം ചെയ്യുന്നത് കോഴിക്കോട് വന്നിട്ട് അദ്ദേഹം തൊഴിലാളി സമരങ്ങൾ തെരഞ്ഞെടുക്കും. തൊഴിലാളികളുടെ സമരം എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു സമരം നമുക്ക് അറിയാവുന്ന ഒരു സമരം എന്നുള്ളത് ഈ പിന്നെ ഇവിടെ കോഴിക്കോട് കുറ്റിച്ചിറ എന്ന സ്ഥലം. കുറ്റിച്ചിറ എന്ന സ്ഥലത്ത് മുസ്ലിം സ്ത്രീകൾ ഒക്കെ കൂടി ഈ കൊടയുടെ കാല് കൊടക്കാൽ വളരെ പ്രശസ്തമായ സമരമാണ് കൊടക്കാൽ സമരം. കൊടയുടെ കാലിലാണ് അവര് ആ കാര്യത്തോട് അവരുടെ ശമ്പളം കൂടുതൽ വേണ്ടി കൂലി കൂടുതൽ വേണ്ടി നടത്തിയ സമരത്തിൽ അദ്ദേഹം പങ്കെടുത്തു. ഫറോക്കിലെ വോട്ട് കമ്പനി തൊഴിലാളികൾ ആ ഘട്ടത്തിൽ അവിടെ LC ശേഖറും അതുപോലെ KP ഗോപാലനും കേരളത്തിലെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിന്റെ സ്ഥാപക നേതാക്കളായിട്ടുള്ള KP ഗോപാലനും LC ശേഖറൊക്കെ അവിടെ പ്രവർത്തിക്കുന്നത്. AKK ഇടയ്ക്ക് അവിടെ പോകുന്നുണ്ട്. അങ്ങനെ പ്രവർത്തനം നടക്കുകയാണ്. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി വരുന്നത്. അങ്ങനെയാണ് ആ ഫറോക്ക് സമരത്തിൽ അത് പങ്കെടുക്കുന്നത്. ഇങ്ങനെയൊക്കെ പങ്കെടുക്കുന്ന സമയത്താണ് അടുത്ത ഘട്ടത്തിലാണ് ഈ പറയുന്ന 1937 നടക്കുന്ന ജൂൺ 11 നടക്കുന്ന ഈ പിന്നെ മലബാർ വായനശാല സംഘത്തിന്റെ നിർമ്മാണം. മലബാർ വായനശാല സംഘം വളരെ വിശദമായിട്ട് വക്കീൽ പോയതുകൊണ്ട് ആ അദ്ദേഹത്തിന്റെ ഗ്രന്ഥശാല പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലേക്ക് കടക്കുന്നില്ല. അപ്പൊ അങ്ങനെ ആ പ്രവർത്തനം അപ്പൊ അങ്ങനെ നടക്കുന്ന സമയത്താണ് ഈ പറഞ്ഞ KPCC സെക്രട്ടറി ആവുന്നു. 1937 ഈ പാട്ടവാക്യത്തിൽ നാടകം. പാട്ടവാക്യത്തിൽ നാടകത്തിന്റെ പ്രത്യേകത അതുവരെയുള്ള നാടകങ്ങൾ വെച്ചാൽ രാജാവ് മന്ത്രി തുടങ്ങിയ നാടകങ്ങളാണ് നാടകത്തിലെ കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ സംഗീത നാടകം ആണ്. ഈ നാടകത്തിലല്ല, ഇതൊരു പ്രത്യേക നാടകം. ഇതാണ് പൊന്നാനി കർഷക സമ്മേളനം. പൊന്നാനി അല്ലെങ്കിൽ കൃഷിക്കാര സമ്മേളനം നടക്കുമ്പോൾ ആ കൃഷിക്കാര സമ്മേളനത്തിലേക്ക് ഒരു നാടകമാണ് PMS പറയുന്നത്. ദാമോദരൻ എഴുതണം. അങ്ങനെ 2 ദിവസം കൊണ്ട് അദ്ദേഹം ഒരു നാടകം എഴുതും. അവിടെയുള്ള ആളുകൾ തന്നെ അവതരിപ്പിക്കും. കിട്ടുണ്ടി എന്നൊരാളാണ് ഒരു സാധാരണ വലിയ തൊഴിലാളിയെ കിട്ടുണ്ടി. അയാളുടെ സഹോദരി കുഞ്ഞുമാണ് ഒരു സഹോദരി. അയാളുടെ അമ്മ അയാളുടെ ഇളയ അനിയനൊരു ബാലൻ 5-6 വയസ്സുള്ള ഒരു കുട്ടി. ഈ ഒരു കുടുംബത്തിന്റെ ദാരിദ്ര്യമാണ് ആ നാടകത്തിൽ ചിത്രീകരണം. ആ കുടുംബം
കിട്ടുണ്ണിയുടെ സഹോദരി ഒരു 10-17 വയസ്സുള്ള ആളാണ് കുഞ്ഞിമാളും, 5-6 വയസ്സുള്ള കുട്ടിയാണ് ബാലൻ. ആ ബാലന്റെ അനുസരണോടുകൂടി ആ നാടകമാണ്. എനിക്ക് ഭക്ഷണം വേണം, കഞ്ഞി വേണം, ചോറ് വേണം എന്ന് പറയുന്നു. ഈ ചോറിൽ കഞ്ഞി വേറെ ഏതോ വീട്ടിൽ പോയിട്ട് കൊണ്ടുവന്ന അരി പിന്നെ നമ്മളെ കഞ്ഞി വെള്ളം കഴിക്കും. കഞ്ഞി വെള്ളം വറ്റുണ്ടോ എന്നുള്ള നോക്കുകയാണ്. നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ആൾക്കാർ ഒരു കുറേ ആളുകളെ സംബന്ധിച്ചത് ഒരു അത്ഭുതമായിട്ട് തോന്നും. പക്ഷേ മുതിർന്ന ആളുകളെ സംബന്ധിച്ചുള്ള ഇതൊരു അത്ഭുതമല്ല. ഒരു കാലഘട്ടം, ഒരു അത്ര ഒരു വിദൂരമല്ലാത്ത ഒരു കാലഘട്ടം, 10-50 വർഷം മുമ്പ് നമ്മുടെ നാട്ടിലെ ഒരു സാധാരണ സംഭവമാണ് ഈ കഞ്ഞി വറ്റില്ലാത്ത വറ്റ് പറ്റി നോക്കുക എന്നുള്ളത്. ഈ കഞ്ഞി വെള്ളം വറ്റ് പറ്റി നോക്കുക എന്നുള്ളത് ഒരു വളരെ വിദൂരമല്ല. ഒരു 10-50 വർഷം മുമ്പ് നമ്മുടെ നാട്ടിലുള്ള സംഭവമാണ്. അതാണ് നടക്കുന്നത്. അങ്ങനെ ഒരു ദിവസം പാട്ടമാർക്ക് വേണ്ടി ഈ താമസിക്കുന്ന കൃഷി സ്ഥലമുണ്ട്. ആ പാട്ടമാർക്ക് വേണ്ടി കാര്യസഭ രാമൻ നായർ കാര്യസഭയ്ക്ക് അയാൾ പറയുന്നത് പാട്ടമാക്കി വീട്ടിലേക്ക് വിടില്ല. അപ്പൊ അതിനുശേഷം പാട്ടമാക്കി വീട്ടിലേക്ക് വിടില്ല എന്ന് പറഞ്ഞു ഒരു വലിയ ഇത് നടക്കണം. പാട്ടമാക്കി കൊടുക്കാതിരിക്കുന്ന സമയത്ത് ഇയാൾ അശ്ലീല പറയുന്നു. ഈ കുട്ടിയെ കുഞ്ഞുമാളിനെ കുറച്ച് മോശമായി പറയുന്നു. അപ്പോൾ കിട്ടുണ്ണി അയാൾ അടിക്കുന്നു. കിട്ടുണ്ണി അയാൾ അടിക്കുന്നു. അതുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നം കാണുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രശ്നം ഉണ്ടാകുന്നത് ഇയാൾ മുതലാളിയുടെ വീട്ടിൽ കടത്തിന് പോവുകയാണ്. 2 റുപ്യ വായ്പ വേണം. മുതലാളി ഇയാളെ കമ്പനിയാണ്, അയാളെ കമ്പനിയെ തൊഴിലാളിയാണ്. 2 റുപ്യ വായ്പ വേണം, വീട്ടിൽ കഞ്ഞി വെച്ചിട്ടില്ല. അയാൾ ചോദിച്ചപ്പോൾ അയാൾ ബെഗേഴ്സ് വിളിച്ച് ആക്ഷേപിക്കുകയും നായയെ അടിച്ചുകൊടുക്കുകയും ചെയ്തു. അങ്ങനെ അതിനുശേഷം അയാൾ പല കടകളിലും പോയിട്ട് ഒരു അരി കിട്ടാൻ വേണ്ടി ചോദിക്കുകയാണ്. അങ്ങനെ അരി കിട്ടാതിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഈ ഒരു കച്ചവടക്കാരൻ അല്പം കണ്ട് അങ്ങോട്ടേക്ക് ഇരിക്കുന്ന സമയത്ത് കുറച്ച് അരി വാങ്ങി, കുറച്ച് അരി അങ്ങോട്ട് വാങ്ങി എടുത്ത് അരി കണ്ടു വീട്ടിൽ പ്രശ്നം പിടിച്ചു, പോലീസ് പിടിച്ചു, ജയിലിലായ അടുത്ത ദിവസത്തിൽ ഈ രാമൻ നായർ വന്നിട്ട് ഈ കാര്യസ്ഥൻ രാമൻ നായർ വന്ന് ഈ പെൺകുട്ടിയെ അപമാനിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ പെൺകുട്ടി വഴങ്ങുന്നില്ല. അതിനുശേഷം അവരെ കുടിയിറക്കി വിടും. അവരെ പാത്രവും കലവും ഒക്കെ കഞ്ഞിക്കലവും ഒക്കെ എടുത്തെറിഞ്ഞു. അവര് മരച്ചുവട്ടിൽ ജീവിക്കും. ആ മരച്ചുവട്ടിൽ വെച്ച് ഈ കിട്ടുണ്ണിന്റെ അമ്മ മരിക്കുന്നു. അമ്മ അവിടെ മരിച്ചു. കാരണം അവർക്ക് ഭക്ഷണമില്ല, കഞ്ഞി വെള്ളം പോലും കിട്ടാനില്ല. അവർ മരിച്ചു, പട്ടികളെ മരിച്ചു. പിന്നീട് കാണുന്ന രംഗം അവരൊരു ഈ പിന്നെ കുഞ്ഞുമാളും ഒരു വേശ്യ ആയിട്ട്, ഒരു വ്യഭിചാരിണിയായിട്ട്, ഒരു ലൈംഗിക തൊഴിലാളി മാറിയിട്ടുള്ള ഒരു രംഗത്താണ്. അവിടുത്തെ അങ്ങനെയുള്ള രംഗത്തേക്കാണ് കിട്ടുണ്ണി ജയിൽ പോയതായിട്ട് ഇപ്പോൾ വരുന്നത്. കിട്ടുണ്ണി അവിടുത്തെ അപ്പൊ കിട്ടുണ്ണി പക്ഷെ പറയുന്നു, കിട്ടുണ്ണിക്ക് അത് വലിയ ഷോക്കാണ്. വലിയ ഷോക്ക്. അദ്ദേഹത്തിന്റെ സഹോദരി ഇങ്ങനെ ഒരു സ്ഥിതിയിലെത്തി. അങ്ങനെ എത്തി എന്നുള്ളത് ആ സ്ത്രീയുടെ ഒരു കുറ്റമല്ല എന്ന് കിട്ടുണ്ണി തിരിച്ചറിയുകയും ഇത് ഈ സാമൂഹ്യ വ്യവസ്ഥയുടെ കുറ്റമാണ് എന്ന് തിരിച്ചറിഞ്ഞ് അവളുടെ കൈ പിടിച്ച് അയാൾ പുറത്തുകൂടെ നാടകം അവസാനിക്കും. ഇതാണ് പാഠമാണ്. സാധാരണ വളരെ ചെറിയൊരു കഥാപാത്രമാണ്. അത് നമ്മുടെ ഈ പറയുന്ന ഈ കാര്യങ്ങൾ ഉൾപ്പെടെ, ഈ ഹോസ്പിറ്റലുകളിൽ ഉൾപ്പെടെ KPR പോലുള്ള മഹാന്മാരും ആ നാടകം ഈ പ്രദേശത്ത് ഉൾപ്പെടെ കളിക്കുന്നു. എത്രയോ കേട്ടിട്ടുണ്ട്. അത് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് വലിയ രീതിയിൽ സംഭാവന. ഇതാണ് നമ്മൾ മലയാള നാടക വേദിയിലുള്ള പുരോഗമന നാടകത്തിന്റെ തുടക്കം കുറിക്കുന്നത്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ സംഭാവനയായിട്ട് നമ്മൾ പറയുന്നത്. പിന്നെ അതിനുശേഷം അവിടെ ഒന്നുമില്ല. അദ്ദേഹം തൊഴിലാളി സമരങ്ങൾ സംഘടിപ്പിക്കാൻ ഞാൻ പറഞ്ഞു. 1936 അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗത്വം നേടി കേരളത്തിൽ തിരിച്ചെത്തിയതിനു ശേഷം നടത്തിയിട്ടുള്ള ഇവിടെ പുറക്കാല സമരം, അതുപോലെ ഫറോക്ക് തമ്മിൽ സമരം തുടങ്ങിയുള്ള സമരം. കോൺഗ്രസ് EMS-ഉം അതിനടുത്ത് EMS-ഉം കൃഷ്ണപ്പള്ളിയും ഒക്കെ ചേർന്ന് SP ഗാർഡന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് ഒരു പച്ചക്കറി കടയുടെ മുകളിൽ ഒരു സമ്മേളിച്ചുകൊണ്ട് 5 പേര് കൂടി ചേർന്ന് SP ഗാർഡന്റെ നേതൃത്വത്തിൽ 5 പേർ കൂടി ചേർന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരളത്തിലെ ഘടകം വരും. അത് പക്ഷേ പുറത്തറിയിക്കുന്നില്ല. ഒരു ഷാഡോ പോലുള്ള ഒരു ചെറിയ കമ്മിറ്റി, ഒരു 4 ആൾക്കാരുടെ കമ്മിറ്റി കൃഷ്ണപ്പള്ളിയുടെ നേതൃത്വത്തിൽ രൂപീകരിക്കുന്നത്. പക്ഷെ കോൺഗ്രസ്സുകാരെ പുറത്ത് തുടരും. പിന്നെ 38-39 കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തൊഴിലാളി സമരം നടക്കുന്നത് പൊന്നാനിയിലെ വിഴിത്തൊഴിൽ സമരം. പൊന്നാനിയിലെ വിഴിത്തൊഴിൽ സമരം എന്ന് പറഞ്ഞാൽ ആ സമരത്തിന്റെ പ്രത്യേകത അതിന്റെ മുതലാളിമാരെല്ലാവരും മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ്. അതിന് തൊഴിലാളികളെല്ലാവരും മിക്കവാറും മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ്. അപ്പോ ദാമോദരൻ എന്ത് ചെയ്യുന്നു? കമ്മ്യൂണിസ്റ്റുകാരനായ ദാമോദരനെ സംബന്ധിച്ചിടത്തോളം പ്രസ്ഥാനത്തെ കെട്ടിപ്പടുക്കുക എന്ന് പറഞ്ഞാൽ അത് തൊഴിലാളികളെ, അത് വർഗ സംഘടനകൾ കെട്ടിപ്പടുത്തുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് മാത്രമേ അറിയാം. അപ്പൊ അതുകൊണ്ട്
അത് ഈ തൊഴിലാളികളുടെ ഇടയിൽ പൊന്നാനിയിലെ മുസ്ലിങ്ങളായിട്ടുള്ള തൊഴിലാളികളുടെ ഇടയിൽ പ്രവർത്തിക്കും. മുസ്ലിങ്ങളായ തൊഴിലാളികളുടെ ഇടയിൽ പ്രവർത്തിക്കുകയാണ്. അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ അപ്പോഴേക്കും വർഗീയ ഇപ്പൊ നമ്മുടെ നാട്ടിൽ നടക്കുന്ന അതേപോലുള്ള സംഭവം ആ കാലത്ത് തുടക്കം ആ കാലത്താണ്. എന്താ പറയുന്നത്, ഒരു കാഫർ വന്നിരിക്കുന്നു ഇവിടെ ഈ മുതലാളിമാർ ഒരു കാഫർ ഇവിടെ തൊഴിലാളികളെ നമ്മളെ തെറ്റിക്കാൻ വേണ്ടി കാഫർ വന്നിരിക്കുന്നു വലിയ രീതിയിൽ പ്രചരണം അടിച്ചു. ഇദ്ദേഹത്തിന് പുറത്തിറങ്ങാൻ പറ്റാത്ത ഏതാവർ പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള സാഹചര്യങ്ങൾ വന്നു. പക്ഷേ സമരാദ്യം കുറച്ച് പ്രവർത്തി പോയി. പക്ഷെ സമരം പിന്നീട് നമുക്കറിയാം നമ്മുടെ മേഖലയിലുള്ള സഖാവ് സി കണ്ടക്ടർ ഉൾപ്പെടെ അവിടെ പോയി ഈ കേരളത്തിലുള്ള സമരം കെട്ടിപ്പടുത്താൻ പൊന്നാനിയിലെ വീഴ്ത്തൊഴിൽ ഐതിഹാസികമായ വീഴ്ത്തൊഴിൽ സമരം പങ്കെടുത്ത ആളാണ്, നേതൃത്വം കൊടുത്ത ആളാണ്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു ദിവസം ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. കേരളത്തിൽ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിലടുത്തൊരു സംഭവം കൂടിയുണ്ട്. അവിടെ ഒരു ബോർഡ് അവിടുത്തെ ട്രേഡ് ഓഫീസ് വീഴ്ത്തൊഴിൽ ഓഫീസിൽ ഒരു ബോർഡ് എഴുതി വെച്ചു. കേരളം എഴുതി വെച്ചു, ബോർഡ് എഴുതി വെച്ചു. തൊഴിലാളികൾക്ക് വേണ്ടി ഈ തൊഴിലാളി സമരത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിക്കാൻ തയ്യാറുള്ളവർ പേര് രജിസ്റ്റർ ചെയ്യുക. ഇന്ന് നമ്മൾ അതിനെ ഇതാണ്, ജീവൻ ബലിയർപ്പിക്കാൻ തയ്യാറുള്ളവർ പേര് രജിസ്റ്റർ ചെയ്യുക, ഓഫീസിൽ രജിസ്റ്റർ ചെയ്യുക. ബോർഡ് വെച്ചു. വളരെ അത്ഭുതകരമായിരുന്നു. ഈ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള തൊഴിലാളികൾ ഓരോരുത്തരും, കാരണം അവരുടെ ജീവിത പ്രശ്നമാണ് അവർ ഉയർത്തിപ്പിടിക്കുന്നത്. അവർ പോയി തയ്യാറാണ്. ആരും ജീവിതം ബലിയർപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. പക്ഷേ ഒരു പ്രത്യേക ഘട്ടത്തിൽ അദ്ദേഹം എടുത്ത ഒരു സമീപനം. അതിനുശേഷം സംഭവിക്കുന്നു, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. പക്ഷെ അതിന് പുറത്തിറങ്ങാൻ പറ്റില്ല. കേരളത്തിൽ അറസ്റ്റ് കൊടുക്കാൻ അപ്പോഴത്തേക്ക് മുതലാളി വിളിച്ചു. മുതലാളിക്ക് മർദ്ദിച്ചാൽ വെറുതെ വിടില്ല, ഇംഗ്ലാബ് സിദ്ധാവ അള്ളാഹു അക്ബർ. അതൊരു ലാസ്റ്റ് വിളിച്ച മുതലാളി അള്ളാഹു അക്ബർ. കാരണം ഇത് മതത്തിനെതിരല്ല, മതത്തിനെതിരല്ല, അള്ളാഹുവിനെതിരല്ല, അള്ളാഹുവിന് അനുകൂലമായിട്ടുള്ള ഒരു സമരമാണ്. എന്നാൽ ജനങ്ങൾ ഇദ്ദേഹത്തെ കൊണ്ടുപോകാൻ പറ്റില്ല. അദ്ദേഹം ഏതാമത് നേരിട്ട് ആ പോലീസ് സ്റ്റേഷനിൽ ഇറങ്ങി വന്നിട്ട് പറയേണ്ടി വന്നു, നിങ്ങൾ എന്നെ കൊണ്ടുപോകാൻ വിടണം, എന്നെ അറസ്റ്റ് കൊണ്ടുപോകാൻ വേണ്ടി നിങ്ങൾ വിടണം, നിങ്ങൾ കുഴപ്പത്തിലേക്ക് പോകരുത് എന്ന് കേദാമോദരനാണ്. ആ കേദാമോദരന്റെ വയസ്സ് 26-27 വയസ്സേ ഉള്ളൂ. അങ്ങനെ ഒരു സംഭവം, അതാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ സംഭവം. പിന്നീട് 40 ശേഷം 40-45 വരെ അദ്ദേഹം ജയിലിലായി. ഈ സമയത്ത് ഞാൻ ആദ്യം സൂചിപ്പിച്ചു, ഈ സമയത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമുള്ളത് 40 ഘട്ടത്തിൽ ഗാന്ധിജി AICC 1940 ഗാന്ധിജി അടക്കം പങ്കെടുത്തുകൊണ്ട് പൂനെയിൽ നടന്ന AICC മെമ്പറായി. കേദാമോദരൻ 40 AICC മെമ്പറായി. പൂനെയിൽ നടന്ന AICC സമ്മേളനത്തിൽ 40 പ്രത്യേകത 1940 പ്രത്യേക സവിശേഷതയുണ്ട്. അത് രണ്ടാം ലോക മഹായുദ്ധം ആരംഭിച്ചു. 39 സെപ്റ്റംബറിൽ ആരംഭിച്ചു രണ്ടാം ലോക മഹായുദ്ധം. ആ രണ്ടാം ലോക മഹായുദ്ധം ആരംഭിച്ചപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറിയ സംഘടനയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഞാൻ നേരത്തെ ആദ്യം സൂചിപ്പിച്ചു, PC ജോഷി പിന്നെ അന്തമാൻ ജയിലിൽ നാടുകടത്തപ്പെട്ട PC ജോഷി അവിടെ നിന്ന് 3 വർഷത്തിന് ശേഷം തിരിച്ചു വന്നതിന് ശേഷമാണ് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെറിയ കമ്മിറ്റി, ഇന്ത്യയിൽ ചെറിയ കമ്മിറ്റി ഉണ്ടാകുന്നത് 34-35 അതിനുശേഷം പക്ഷെ പാർട്ടി നിരോധിക്കപ്പെട്ടിട്ടുള്ള ഒരു ഘട്ടത്തിൽ എന്ത് ചെയ്യും? അതേസമയം AICC 40 AICC എന്ന് പറയും ദാമോദരൻ കമ്മ്യൂണിസ്റ്റാണ്, പക്ഷെ പുറത്ത് കോൺഗ്രസ്സാണ്. AICC മെമ്പറാണ്. അദ്ദേഹത്തെ യോഗത്തിൽ ആണ് പറയുന്നത്, ഈ ഗാന്ധിജി അവതരിപ്പിച്ച പ്രമേയം, ഗാന്ധിജി അവതരിപ്പിച്ച ഇപ്പോൾ ഈ രണ്ടാം ലോക യുദ്ധം നടക്കുകയാണ്. അപ്പൊ നമ്മൾ കുറച്ചുകൂടി ഒരു പിന്നെ സംയമനത്തോടു കൂടിയായിരിക്കണം ഈ സമരം നടന്നത്, സ്വാതന്ത്ര്യ സമരത്തിൽ കുറച്ച് സംയമനം വേണം എന്ന രീതിയിലാണ് ഗാന്ധിജിയുടെ പ്രമേയം. പക്ഷെ അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി 39 ഈ യുദ്ധം തുടങ്ങിയ സമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലപാട് ഇത് സാമ്രാജ്യത്വ യുദ്ധമാണ്, ഇതിനെതിരെ അതിശക്തമായി പ്രതികരിക്കേണ്ടത്. അതുകൊണ്ട് ദാമോദരനാഥ് അതിനൊരു പ്രമേയം അവതരിപ്പിച്ചു. നമ്മൾ പുതിയൊരു ബഹുജന മുന്നേറ്റം ഈ രണ്ടാം ലോക മഹായുദ്ധത്തിൽ പ്രത്യേക ഘട്ടത്തിൽ ഒരു ബഹുജന മുന്നേറ്റം സംഘടിപ്പിക്കണം കോൺഗ്രസ്. ആ പ്രമേയത്തിൽ അത് ഗാന്ധിജിയുടെ പ്രമേയത്തില് ഭേദഗതി അവതരിപ്പിക്കുന്നത് കേദാമോദരൻ. ആ പ്രമേയത്തെ ദാമോദരൻ പിന്താങ്ങി സംസാരിക്കുന്നത് സാക്ഷാൽ ജവഹർലാൽ നെഹ്റു. നമ്മുടെ ദാമോദരന്റെ ഒരു ഹെയ്റ്റ് മനസ്സിലാക്കുന്നത്, ദാമോദരൻ അവതരിപ്പിച്ച ഭേദഗതിയെ പിന്താങ്ങി സംസാരിക്കുന്ന ജവഹർലാൽ നെഹ്റു. ഇതൊരു സംഭവം ഉണ്ട്. അപ്പൊ ഈ സംഭവത്തിന് ശേഷം ദാമോദരൻ ജയിലിലായി പോയി. അപ്പൊ ഇത് എങ്ങനെയാണ് മറ്റു സംഭവത്തിലേക്ക് കടന്നു വരും, അത് രാഷ്ട്രീയത്തിലേക്ക് പിന്നീട് വരാം. ഈ ഘട്ടത്തിൽ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കുമ്പോൾ ഒരു പുതിയ പാർട്ടിയാണ്
ഈ പുതിയ പാർട്ടി പ്രവർത്തിക്കണമെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ വേണം, എന്തെങ്കിലും പാട്ടവാക്യം നാടകം വേണമെന്നുള്ള പാട്ടവാക്യം ഉണ്ടായി. പൊന്നാനി സമരം, പൊന്നാനിയിലുള്ള വീടുതൊഴിൽ സമരവുമായി ബന്ധപ്പെട്ട രക്തപാതമുള്ള നാടകം പോലെ ഉണ്ടായി. പക്ഷെ അതൊന്നും ശ്രദ്ധിക്കപ്പെടില്ല. അതിനുശേഷം എന്ത് ചെയ്യും? വളരെ ആ കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരണത്തിന്റെ ഘട്ടത്തിൽ നടന്ന ക്യാമ്പുകളെ കുറിച്ച് വിവിധ പല നേതാക്കൾ എഴുതുന്ന കുറിപ്പുകളിൽ ആകെ 1 or 2 ഒരു പുസ്തകം മാത്രമേ ഉള്ളൂ. ആ പുസ്തകത്തിനകത്ത് ചില വായന ഓരോരുത്തരും തർജ്ജമ ചെയ്ത് പഠിപ്പിക്കുക. വേറെ ഒന്നും കിട്ടാനില്ല. ദാമോദരൻ തന്നെ പറയുന്നത് പിൽക്കാലത്ത് അദ്ദേഹം പറയുന്നത് ലെനിന്റെ 1924 മുമ്പ് മരിച്ച 23 മരിച്ച ലെനിന്റെ കൊളോണിയൽ ഡിസീസുകൾ, സാമ്രാജ്യത്തെ കുറിച്ച് ലെനിൻ എഴുതിയ ഡിസീസുകൾ 1955 ശേഷം മാത്രമേ ഈ ഭാഗത്ത് വരുന്നുള്ളൂ. അപ്പൊ എന്താണ് മാർക്സിസത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ എന്ന് പോലും മനസ്സിലാക്കാൻ ആ കാലഘട്ടത്തിൽ വളരെ കഴിയില്ല. അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യം. അതുമായി ബന്ധപ്പെട്ട് വേറൊരു കാര്യം പറയാനുണ്ട്. 1928, 29, 30 കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലിറ്ററേച്ചർ ഒന്നും തന്നെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി വിടുന്നില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു ലിറ്ററേച്ചർ എസ് എ ഡാംഗെ എഴുതിയ ഒരു പുസ്തകം, എസ് എ ഡാംഗെ എഴുതിയ പുസ്തകമാണ്. അത് ചെറിയ ഉള്ളൂ, വേറെ പുസ്തകമൊന്നുമില്ല, ഒരു കിട്ടാനില്ല. അപ്പൊ ഈ പുസ്തകങ്ങൾ കൊണ്ടുവരേണ്ടി വേണം. അപ്പൊ ബ്രിട്ടീഷ് ഗവൺമെന്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ, കോൺഗ്രസിനകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ തുടങ്ങി കയറിയിട്ടുണ്ട്. അത് അവരെ ലിറ്ററേച്ചറിൽ റഷ്യയിൽ വരുന്നുണ്ട്. ആ ലിറ്ററേച്ചർ ടാഗോറിന്റെ, രവീന്ദ്രനാഥ് ടാഗോർ റഷ്യയിൽ പോയിട്ട് എഴുതിയ കത്തുകൾ, റഷ്യയിൽ വളരെയധികം അവിടുത്തെ പഞ്ചവത്സര പദ്ധതികളും അവിടെ വളരെയധികം മനുഷ്യന്റെ ദാരിദ്ര്യമില്ലാതാക്കി മനുഷ്യൻ സന്തുഷ്ടമായ അവസ്ഥയിൽ രവീന്ദ്രനാഥ് ടാഗോർ അവിടെ പോയിട്ട് എഴുതിയ കത്തുകൾ പോലും ഇവിടെ നിരോധിച്ചു. അപ്പൊ മോത്തിലാൽ നെഹ്റു, കോൺഗ്രസിനകത്ത് ഈ കുടുംബം മോത്തിലാൽ നെഹ്റു ഒരു സോഷ്യലിസ്റ്റുകളായിട്ടുള്ള രീതിയിലുള്ള ആളുകളാണ്. അപ്പം മോത്തിലാൽ നെഹ്റു പറഞ്ഞു, നിങ്ങൾ ഇരുമ്പ് പാറ സൃഷ്ടിച്ചുകൊണ്ട്, അത് AICC പ്രസിഡന്റ് ആയിരുന്നു, ഇരുമ്പ് പാറ സൃഷ്ടിച്ചുകൊണ്ട് നിങ്ങൾക്ക് സോഷ്യലിസത്തിന്റെ തന്നെ സന്ദേശം ഇങ്ങോട്ട് എത്തിക്കാതിരിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ ഒരുപാട് സംഭവം നടക്കുന്നത്. ഇങ്ങനെയുള്ള ഘട്ടത്തിൽ എന്ത് ചെയ്യും? അപ്പോഴാണ് വാസ്തവത്തിൽ ദാമോദരൻ അദ്ദേഹത്തിന് ലഭ്യമായിട്ടുള്ള, അദ്ദേഹത്തിന് അവിടെ കാശി പോയ സമയത്ത് ലഭ്യമായിട്ടുള്ള കുറച്ച് പുസ്തകങ്ങൾ, പിന്നീട് അദ്ദേഹം സംഘടിപ്പിച്ചതുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങളെ കുറിച്ച്, കമ്മ്യൂണിസത്തെ മാർക്സിസത്തെ കുറിച്ച് അദ്ദേഹത്തിന് തുടർച്ചയായിട്ട് എഴുത്ത്. അദ്ദേഹത്തിന്റെ എഴുത്തിന്റെ പ്രത്യേകത നമ്മുടെ ഇവിടെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ 5ാം ക്ലാസ് 6ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ബാലസാഹിത്യത്തിൽ ഒരു ക്ലാസ്, ഒരു ക്ലാസ് എടുത്തു. ആദ്യമായി ജാവാൻ കണ്ടുന്ന മനുഷ്യൻ എന്ന അദ്ദേഹത്തിന്റെ പുസ്തകം ഇപ്പോഴും നമ്മുടെ വായനശാലകൾ കിട്ടാനുണ്ടാവാം. മനുഷ്യൻ എന്ന പുസ്തകത്തെ കുറിച്ചൊരു നമ്മൾ ആദ്യമായി കേൾക്കുന്നത് 6ാം ക്ലാസ് 7ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് മനുഷ്യൻ എന്നാണ്. ദാമോദരൻ മനുഷ്യൻ എന്ന പുസ്തകം. ആ പുസ്തകത്തിന്റെ ഞാൻ വെറുതെ എപ്പോഴും നോക്കിയപ്പോൾ കാണുന്നത് എങ്ങനെയാണ് പുസ്തകം പോയി പഠിക്കുന്നത്. കോപ്പർനിക്കസിന്റെ സിദ്ധാന്തം, സൗരയൂഥ സിദ്ധാന്തം, പിന്നെ ഗലീലിയോയുടെ സിദ്ധാന്തം, ബ്രൂണയുടെ, അങ്ങനെ ആ സിദ്ധാന്തങ്ങളിലൂടെ വന്നിട്ട് കമ്മ്യൂണിസ്റ്റ്, സോഷ്യലിസത്തിന്റെ കമ്മ്യൂണിസ്റ്റ്, നാടൻ ഭാഗത്ത് നാടന്മാരിലേക്ക്, നാടുമായിട്ട് അങ്ങനെയുള്ള പ്രാകൃത കമ്മ്യൂണിസത്തിൽ നിന്ന് മറ്റു വ്യവസ്ഥയിലേക്ക്, ഇങ്ങനെയുള്ള വ്യവസ്ഥകളെ കുറിച്ച് പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തി മുതൽ ഇതുവരെയുള്ള കാര്യങ്ങളെ കുറിച്ച് വളരെ ചുരുക്കി സംക്ഷിപ്തമായിട്ടുണ്ട് 150 പേജിലുള്ള 150 പേജിൽ നമ്മൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഒരു അധ്യാപകൻ നമ്മുടെ മുമ്പിൽ പഠിപ്പിക്കുക, നമ്മുടെ വേറെ ഒരു താരതമ്യമില്ല, നമ്മുടെ മുമ്പിൽ പഠിപ്പിക്കുന്ന ഒരു അസാധ്യ ഭയങ്കര ആളാണ്. ആ മനുഷ്യൻ എന്ന പുസ്തകത്തെ പോലെ ലളിതമായി ഈ പ്രപഞ്ചത്തെ കുറിച്ചുള്ള മാർക്സിസ്റ്റ് വീക്ഷണം, കമ്മ്യൂണിസ്റ്റ് വീക്ഷണം, പ്രപഞ്ചത്തെക്കുറിച്ചും മാനവരാശിയെക്കുറിച്ചും സിദ്ധാന്തങ്ങൾ, മാനവരാശിയെക്കുറിച്ചും വ്യവസ്ഥകളെക്കുറിച്ചും സാമ്പത്തിക വ്യവസ്ഥകളെ കുറിച്ചും ഒക്കെയുള്ള പുസ്തകം വേറെ പുസ്തകം എവിടെയും കിട്ടില്ല. ആ മനുഷ്യൻ എന്ന പുസ്തകം മാത്രം. അതുപോലെ ഇപ്പൊ നമ്മുടെ പ്രിന്റുകളുണ്ടോ എന്ന് അറിയില്ല. അങ്ങനെ ആ പുസ്തകത്തിന് പുറമെ അദ്ദേഹം 40 10 പുസ്തകം, മാർക്സിസം 10 ഭാഗങ്ങൾ, ചെറിയ പുസ്തകം, ലഘുലേഖ പോലെ മാർക്സിസം 10 ഭാഗങ്ങളുടെ പുസ്തകം, മാർക്സിന്റെ ഓരോ സംഭവങ്ങളെ കുറിച്ച്. ആ പുസ്തകത്തോടൊപ്പം തന്നെ ഉറപ്പിക്ക നമ്മുടെ സംഭവം, രൂപ ഒരു സംഭവത്തെ കുറിച്ച്, തത്വശാസ്ത്രത്തിന് ഒരു ആമുഖം എന്ന പുസ്തകത്തെ കുറിച്ച്, ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ എന്ന പുസ്തകം, ഇങ്ങനെ സാമ്പത്തിക ശാസ്ത്രത്തെ കുറിച്ചുള്ള നിരവധി പുസ്തകം. അപ്പൊ ഒരാളാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് അത്ഭുതത്തോടുകൂടി. അദ്ദേഹം 64 വയസ്സ് മരിക്കുകയും ചെയ്തു. 64 വയസ്സ് മരിച്ചു. ആ മനുഷ്യനാണ് ഈ കാലഘട്ടത്തിൽ 1940കളിലും 55 കാലം വരെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണത്തിനും അത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ആ സമയത്ത് ആദ്യകാല കമ്മ്യൂണിസ്റ്റുകാരെ മാർക്സിസം പഠിപ്പിക്കുന്നതിന് വേണ്ടി EMS പോലുള്ള ആളുകളുടെ സംഭാവന കുറച്ച് ഇതായിക്കൊണ്ടാണ് പറയുന്നത്.
പക്ഷേ കുറച്ചും കൂടി ഡീപ്പായിട്ടുള്ള സംഭാവനകൾ ഇദ്ദേഹത്തിന്റെ ദാമോദരൻ ഭാഗത്തുണ്ട്. ദാമോദരൻ ഈ കാര്യങ്ങൾ അദ്ദേഹത്തിന് അതിന് പ്രത്യേകതയുണ്ട്. അദ്ദേഹത്തിന് ഈ ജയിൽവാസത്തിനിടയിൽ അദ്ദേഹം ഈ ഭാഷകളൊക്കെ പഠിക്കുന്നത് ഹിന്ദിയും തമിഴ് മാത്രമല്ല ഉറുദുവും ബംഗാളിയും റഷ്യനും ഒക്കെ അദ്ദേഹം പഠിക്കുന്നത്. അപ്പൊ റഷ്യൻ ഭാഷയിൽ നിന്ന് നേരിട്ട് തർജ്ജമ ചെയ്യാൻ കഴിവും അദ്ദേഹത്തിന് ഉണ്ട്. അപ്പൊ ഇങ്ങനെ ആ കഴിവുകൊണ്ട് അദ്ദേഹം മാർക്സത്തിന്റെ 10 ഭാഗങ്ങൾ എന്നുള്ള ഒരു കാര്യം അത് ഒരു 4-5 വർഷം മുമ്പ് അത് പിന്നെ പ്രഭാത കൊണ്ട് പ്രസിദ്ധീകരിച്ചിട്ട് തോന്നും. അപ്പൊ ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കും. പിന്നെ അത് പുറമെയാണ് ഈ ഭാരതീയ ചിന്തയെ കുറിച്ചുള്ള അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ ഇന്ത്യയുടെ ആത്മാവ്. അദ്ദേഹം സംസ്കൃതം പഠിച്ച ആളാണ്. അപ്പൊ പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തി മുതൽ ഇങ്ങോട്ടുള്ള കാര്യം മനുഷ്യന്റെ പറഞ്ഞ് അദ്ദേഹത്തിന്റെ അത് കുറെ കൂടി വിപുലപ്പെടുത്തിക്കൊണ്ട് ഭാരതീയ ചിന്ത എന്നുള്ള തുടക്കത്തിൽ ഭാരതീയ ചിന്തയുടെ കുഴപ്പമെന്താ? നമ്മുടെ നാട്ടിലുള്ള ഈ റിവൈവലിസ്റ്റുകൾ പുനരുത്ഥാനവാദികൾ അവര് നമുക്കറിയാം, നമ്മൾ തുറന്നു പറയാം, നമ്മുടെ നാട്ടിലുള്ള ശരിക്കും വർഗീയവാദികൾ, ഹിന്ദുത്വ വർഗീയവാദികൾ ഇപ്പോഴല്ല അന്ന് മുതലേ ആ കാലഘട്ടത്തിൽ തന്നെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ ചിന്ത, ഭാരതീയ ചിന്ത എന്നുള്ളത് ഒരു ഏകമുഖമാണ്. അത് തികച്ചും ആത്മീയവാദമാണ്. അത് ഭൗതികവാദത്തിന് യാതൊരു പ്രാധാന്യമില്ല. അത് നമ്മുടെ ഈശ്വര കേന്ദ്രിതമാണ് എന്ന രീതിയിലുള്ള പ്രചരണമാണ്. അത് ഇപ്പോഴും അതിന്റെ ശക്തമായി അതിന്റെ ഏറ്റവും രൂക്ഷമായ രീതിയിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുക. അതിനെതിരായിട്ടുള്ള ഒരു കലാപം ആണ് ഭാരതീയ ജനതാ പുസ്തകം. ഇന്ത്യയുടെ ആത്മാവുന്ന പുസ്തകമുണ്ട്. അത് കുറെ ഭാരതീയ, അത് ഇംഗ്ലീഷിലാണ്. ഇന്ത്യൻ തോട്ട് എന്ന പേര് ഇംഗ്ലീഷിൽ പ്രസിദ്ധീകരിച്ച പുസ്തകമാണ്. അത് ദാമോദരൻ മരിക്കുന്ന അതിന് തൊട്ട് മുമ്പ് 2 വർഷം മുമ്പ് മലയാളത്തിൽ പ്രസിദ്ധപ്പെടുത്തി ഭാരതീയ ചിന്ത. ആ പുസ്തകത്തിന്റെ പ്രത്യേകത അതിൽ ഈ പറയുന്ന എല്ലാ സംഭവങ്ങളെ കുറിച്ച് മാർക്സൻ ലെനിനിസത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധിക്കുന്നത്. മാർക്സത്തിന്റെ ലോകവീക്ഷണം, അത് വലുതാധിഷ്ഠിത ഭൗതികവാദത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ലോകവീക്ഷണം. ആ ലോകവീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ ചിന്തയെ കുറിച്ച് വളരെ അത് രാഹുൽ സാഹിത്യായപ്പോഴുള്ള ആൾക്കാർ കുറെ ചെയ്തിട്ടുണ്ട്. അപ്പോ അങ്ങനെയുള്ള അതിനകത്ത് നമ്മുടെ രീതിയിൽ അത് പൂർണ്ണമായ ഒരു ടെക്സ്റ്റ് ആക്കിക്കൊണ്ട് ഭാരതീയ ചിന്തയെ കുറിച്ച് പുസ്തകം. ആ ചിന്തയിൽ അവസാനം ഭാരതീയത്തെ പഴയ ഭാരതീയത ഓർമ്മല്ല, പുതിയ ചിന്തയിൽ കൂടി പുതിയ ചിന്തയിൽ സമയത്ത് നെഹ്റുവിന്റെ ചിന്ത, ഗാന്ധിജിയുടെ ചിന്ത. ആ ഗാന്ധിജിയുടെ ചിന്തയിൽ ഗാന്ധിജിയെ സംബന്ധിച്ചിടത്തോളം ഉള്ള പരിമിതികൾ, ഗാന്ധിജിയെ സംബന്ധിച്ച പരിമിതികൾ പോലും അത്രയും ആ പരിമിതിയെല്ലാം അതിജീവിക്കുന്ന രീതിയിലുള്ള ഏറ്റവും അപാരമായിട്ടുള്ള രീതിയിലുള്ള ഗാന്ധിജിയുടെ മഹത്വം ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു. നെഹ്റുവിന്റെ മഹത്വത്തെ ഉദ്ധരിച്ചുകൊണ്ട് മാർക്സം ഇന്ത്യൻ ചിന്തയിൽ മാർക്സത്തെ ഇല്ലാതാക്കാൻ വേണ്ടി, മാർക്സത്തെ കടന്നു വരുന്നത് ഇല്ലാതാക്കാൻ വേണ്ടി ഇപ്പൊ നമുക്ക് എപ്പോഴും പറയുന്നത് വിദേശ ചിന്താന്നുള്ള രീതിയിൽ പ്രചരിപ്പിക്കുന്നു. ഇത് വിദേശത്തുള്ള തത്വശാസ്ത്രമാണ്. മാർക്സിസം എന്നുള്ളത് വിദേശത്തുള്ള തത്വശാസ്ത്രമാണ് എന്നുള്ള രീതിയിൽ പ്രചരിപ്പിക്കുന്നത്. അങ്ങനെ പ്രചരിപ്പിക്കുന്ന സമയത്താണ് അന്ന് ദാമോദരൻ ചെയ്തത്. ഇത് മാർക്സും ഇന്ത്യയിൽ വേർപിടിക്കുന്നതിന് ഒരുപാട് തടസ്സങ്ങളുണ്ട്. ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ആഭ്യന്തരമായ തടസ്സങ്ങളുണ്ട്, പുറത്തുള്ള തടസ്സങ്ങളുണ്ട്. ആഭ്യന്തരമായ തടസ്സങ്ങൾ വെച്ചാൽ സംഗതി അവതരിപ്പിക്കുന്നതിനുള്ള കഴിവുകളുണ്ട്. അത് ഇന്ത്യയിലുള്ള സാമൂഹ്യ സാമ്പത്തിക വ്യവസ്ഥയെ കൃത്യമായി വ്യവച്ഛേദിച്ച് വിശകലനം ചെയ്ത് എങ്ങനെ പ്രയോഗത്തിന്റെ തത്വശാസ്ത്രമായി മാർക്സിസം പ്രയോഗത്തിന്റെ തത്വശാസ്ത്രം, വെറുതെ തത്വശാസ്ത്രമല്ല, അത് ആ പ്രയോഗത്തിന്റെ തത്വശാസ്ത്രമായി അത് വികസിപ്പിച്ചെടുക്കാൻ കഴിയാത്ത പരിമിതികളെ കുറിച്ച് അദ്ദേഹം പറയുന്നത്. എന്നിട്ടും അദ്ദേഹം പറയുന്നത് ഇത്രയെല്ലാം പരിമിതികളുണ്ടെങ്കിലും മാത്രമല്ല അദ്ദേഹം വിശേഷിപ്പിക്കുന്ന രീതിയിൽ ചില വ്യതിയാനങ്ങൾ കമ്മ്യൂണിസ്റ്റിൽ മാർക്സത്തിൽ ഉണ്ടായിട്ടുള്ള ചില വ്യതിയാനങ്ങൾ, മാർക്സത്തിന്റെ പ്രയോഗത്തിൽ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള ചില വ്യതിയാനങ്ങൾ, അത് ലോകത്തിന്റെ ആളുകളായിട്ടുള്ള വ്യതിയാനമാണ്. അതൊന്ന് സ്റ്റാലിന്റെ, സോവിയറ്റ് യൂണിയനിലുള്ള സ്റ്റാലിന്റെ കാലഘട്ടത്തെ അത് ഇരുണ്ട കാലഘട്ടമായിട്ട് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള വ്യതിയാനങ്ങൾ താത്വികമായി തത്വശാസ്ത്രത്തിന് കൂടി ഉണ്ടായ വ്യതിയാനമായിട്ടുണ്ട്. ആ വ്യതിയാനം കൂടി ഇന്ത്യയിൽ മാർക്സത്തിന്റെ വളർച്ചയെ പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നത്. അതെല്ലാം പറഞ്ഞ പരിമിതികളുണ്ടെങ്കിലും മാർക്സത്തെ തടഞ്ഞു നിർത്താൻ കഴിയില്ല. കാരണം ആധുനികവാദം അതിന് അർഹതപ്പെട്ടതാണ് മാർക്സ്. ആധുനികവാദത്തിന് അത് തടഞ്ഞു നിർത്താൻ പറ്റില്ല. കാരണം അതിന് വർത്തമാനകാലം അതിനെ ആഗ്രഹിക്കുന്നു എന്നാണ് അദ്ദേഹം ഭാരതീയ ചിന്ത അവസാനിപ്പിക്കുന്നു, ഭാരതീയ ചിന്തകളെ കുറിച്ച് അവസാനിപ്പിക്കുന്നു. ഇതൊരു ഭാഗം. അതിനൊരു കേരള ചരിത്രം വളരെയധികം സമയത്തേക്ക് ഞാൻ കുറച്ച് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. കേരള ചരിത്രം
കേരള ചരിത്രത്തെ കുറിച്ച് ഒരുപാട് പുസ്തകങ്ങൾ കേരളത്തിൽ പത്മനാഭനാണ് കേരള ചരിത്രത്തെ കുറിച്ച് ആദ്യം കണ്ടത്. അതിനു മുമ്പ് കേരള ചരിത്രത്തെ കുറിച്ചുള്ള ഒരുപാട് ഒരു ബ്രാഹ്മണ മേധാവിത്വമായി ബന്ധപ്പെട്ടിട്ടുള്ള കേരളോത്പത്തി ഒരുപാട് സംഗതിയുണ്ട്. കെ പി പത്മനാഭന്റെ പരശുരാമ കഥയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുണ്ട്. അതിനുശേഷം ഇളംകുളം കുഞ്ഞപ്പള്ളിയെ പോലുള്ള ഏറ്റവും വലിയ ദക്ഷിണാശാലികളുണ്ട്. ഇളംകുളം കുഞ്ഞപ്പള്ളി കേരള ചരിത്രത്തിലെ ഇരുളടഞ്ഞ ഏടുകൾ, കേരള മനുഷ്യമാർ നൂറ്റാണ്ടുകൾ തുടങ്ങി മഹത്തായ ഇളംകുളം കുഞ്ഞപ്പള്ളിയുടെ സംഭാവനയുണ്ട്. അതുപോലെ EMSന്റെ 1.25 കോടി മലയാളികളും കേരള മലയാളികളുടെ മാതൃഭൂമിയുണ്ട്. അത് ആ പുസ്തകം കേരളം 1.25 കോടി മലയാളികളും പിന്നെ കേരള മലയാളികളുടെ മാതൃഭൂമിയും എന്നുള്ള പുസ്തകം എന്നുള്ളത് കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ കേരളം രൂപപ്പെട്ട് വരുന്ന പുരോഗമന കേരളം രൂപപ്പെട്ട് വരുന്നതിനെ കുറിച്ചുള്ള ചിന്തയാണ് EMS അവതരിപ്പിക്കുന്നത്. പക്ഷേ അത് വളരെ പുരാതനമായ കേരള ചരിത്രം ഇല്ല. ഒരു പെരുമാറ്റന്മാരുടെ കാലഘട്ടത്തേ ഉള്ളൂ. അത് ബ്രാഹ്മണന്റെ വരവ്, നായന്മാര് ഈഴവര് എവിടെയാണ് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ആ പുസ്തകം കുറേ ചർച്ച ചെയ്യുന്നത്. അതിനുശേഷം നവോത്ഥാനത്തിന്റെ കാലഘട്ടത്തെ കുറിച്ചാണ് കേരള മലയാളികളുടെ മാതൃഭൂമി ചിത്രീകരിക്കുന്നത്. പക്ഷേ ഏതാവുന്ന പുസ്തകം നമുക്ക് വലിയ രീതിയിൽ നമ്മൾ വലിയ കൃതജ്ഞത, ഏറ്റവും നന്ദി കെട്ട ഒരു ചരിത്രമാണ് നമ്മൾ പറയേണ്ടി വരുന്നത്. ആ കേരള ചരിത്രം ഇപ്പോൾ എവിടെ കിട്ടാനോ കാണാനോ മാസത്തിൽ ഇല്ല. എപ്പോൾ പ്രസിദ്ധീകരിച്ചപ്പോഴും കേരള ചരിത്രം മാർക്സിസ്റ്റ് രീതിയിൽ കേരള ചരിത്രത്തിൽ തുടക്കം മുതൽ ആദ്യം മുതലുള്ള അത് വളരെ വിശദ സംഘകാലം. നമ്മുടെ കാലത്ത് നമ്മൾ ഈ കേരളത്തിൽ ഇപ്പം ഉള്ള കേരളം എന്നുള്ളത് സംഘകാലത്തിൽ ആ സംഘകാലത്തിന്റെ ചരിത്രമൊക്കെ ഏറ്റവും വിശദമായി EMS പുസ്തകം സംഘകാലത്തെ കുറിച്ച് ഉള്ള ഭാഗമില്ല. അത്ര പ്രാചീനകാലത്തേക്ക് EMS പോയിട്ടില്ല. കാരണം അത് ഐക്യ കേരളം രൂപപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു രാഷ്ട്രീയ ഇതുമായി ബന്ധപ്പെട്ട ചരിത്രമാണ്. പക്ഷെ കേരള ഒരു ടെക്സ്റ്റാണ്, ചരിത്ര ടെക്സ്റ്റ്. ആ ടെക്സ്റ്റിൽ ഏറ്റവും ആദ്യത്തെ തുടക്കം മുതൽ കേരളം എന്നൊരു ഭൂപ്രദേശം ഉണ്ടായി വരികയും അങ്ങനെ ഉണ്ടായി വന്നതിന് ശേഷം ഇവിടെ ആദ്യം ഇവിടെ ഉണ്ടായി വരുന്നത് ദ്രാവിഡ ഭാഷ. ആ ദ്രാവിഡ ഭാഷ രൂപപ്പെട്ട് നമ്മുടെ ആദ്യ ദ്രാവിഡ ഭാഷ രൂപപ്പെട്ട് മലയാളം ഉണ്ടാകുന്നു. മലയാളത്തിന്റെ ഉൽപ്പത്തി, നമ്മുടെ ഭാഷയുടെ ഉൽപ്പത്തിയും സാഹിത്യത്തിന്റെ ഉൽപ്പത്തിയും പിന്നെ സംഘകാലത്തിന്റെ രാജാക്കന്മാരാണെന്നുള്ളതിനെ കുറിച്ചൊക്കെ വളരെ വളരെ വിശദമായിട്ട് ചർച്ച ചെയ്യുന്ന പുസ്തകമാണ് കേരളം. ഇങ്ങനെയുള്ള പുസ്തകം. അതിന് പുറമെ ആണ് സാഹിത്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന സെക്രട്ടറി അദ്ദേഹം. കേരളത്തിലെ പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിന്റെ സെക്രട്ടറിയായി പക്കാലത്ത് നടന്ന 39 പക്കാലത്ത് നടന്ന 10ാം കേരള രാഷ്ട്രീയ സമ്മേളനം. ഞാനിത് പറഞ്ഞതിന് മുമ്പ് എന്താണ് നമ്മുടെ പക്കാലത്ത് നടന്ന 10ാം കേരള രാഷ്ട്രീയ സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് ഒരു സമ്മേളനം, സാഹിത്യ സമ്മേളനം സംഘടിപ്പിച്ചു. ആ സാഹിത്യ സമ്മേളനത്തിൽ വെച്ചാണ് പുരോഗമന സാഹിത്യ സംഘടനയുടെ സെക്രട്ടറി ആയിട്ട് ചേതാവുന്നത്. പക്ഷെ ഈ സംഘടന അതിനുശേഷം 5 കൊല്ലം ജയിലായ ശേഷം കുറച്ചുകൂടി കഴിഞ്ഞ സമയത്ത് ആ സംഘടനകൾക്ക് ഒരുപാട് അന്തരിച്ചിട്ടുണ്ടായി. ഈ സമയത്ത് ആ വളരെ വിശദമായിട്ട് പോകുന്നില്ല. 47 EMSഉം ഇദ്ദേഹവും അതുപോലെ C. അശ്വതികുറുപ്പ് തുടങ്ങിയ VT എന്തിലൂടെ തുടങ്ങിയവർ ഒരു ഭാഗത്തും MP പോൾ, ഈ സംഘടനയുടെ പ്രസിഡന്റായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന MP പോളും അതുപോലെ തകഴി, കേശവദേവ് തുടങ്ങിയിട്ടുള്ള പ്രഖ്യാതനായിട്ടുള്ള എഴുത്തുകാർ മറ്റൊരു ഭാഗം, കേരളത്തിലെ എഴുത്തുകാർ മറ്റൊരു ഭാഗത്ത് നിന്നുകൊണ്ടുള്ള വലിയ ഫൈറ്റ് ഉണ്ടായി. അതിൽ രൂപഭദ്രത ഭാഗം എല്ലാവരും അറിയിക്കുമ്പോൾ ഞാൻ സൂചിപ്പിക്കാം. രൂപഭദ്രതാവാദം ഈ സാഹിത്യ പ്രസ്ഥാനത്തിൽ മുണ്ടശ്ശേരി ഒരു പ്രശ്നം അവതരിപ്പിച്ചു. സാഹിത്യത്തിൽ ഈ ഇടതുപക്ഷത്തിനും തൊഴിലാളികളുടെയും പറ്റിയുള്ള ഒരു കുഴപ്പം രൂപഭദ്രത, സാഹിത്യം അതായത് നല്ല ഭാവഭദ്രത മാത്രം പോരാ, ഉള്ളടക്കം മാത്രം നന്നായി പോയാൽ പോരാ, അതിന്റെ സ്ട്രക്ചർ, അതിന്റെ ഫ്രെയിം കൂടി ശരിയാവണം എന്ന്. അത് മറുപടി പറഞ്ഞുകൊണ്ട് ഒരു പുസ്തകം തന്നെ ഈ മുണ്ടശ്ശേരിയുടെ ഈ വാദത്തോടു കൂടി ഈ പ്രസ്ഥാനം നടന്നു, ഈ പുരോഗമന സാഹിത്യ പ്രസ്ഥാനം നടന്നു. അതിന് കാരണം ദാമോദരൻ പറയുന്നത് അത് വാസ്തവത്തിൽ 1948 കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടായിട്ടുള്ള ഒരു തെറ്റായ തീരുമാനം. അത് പാർട്ടിക്ക് നിൽക്കാൻ ഉടനെ വിലയിരുത്തി. ആ തീരുമാനത്ത ഇന്ത്യൻ സ്വാതന്ത്ര്യത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട്, ഇന്ത്യൻ സ്വാതന്ത്ര്യത്തെ കുറിച്ച് അത് വളരെ വിശദമായിട്ടുള്ള പ്രതിപാദിക്കുന്ന ഒരു വിഷയം. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ
കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരു സെക്രട്ടേറിയറ്റ് കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാടാണ് 48 കൽക്കത്ത തീസിസ് വിട്ടുകേടുകളുടെ കൽക്കത്ത തീസിസിലേക്ക് എത്തുന്നത്. കാരണം ഇതിലൊരു സായുധ സമരത്തിലുള്ള കാലം ആയി എന്നുള്ള രീതിയിൽ സംഭവം പ്രശ്നമുണ്ടായി. ഇത് ഈ സമയത്ത് നടത്തിയ പ്രസ്താവനയിൽ 47 PC ജോഷി, ജനറൽ സെക്രട്ടറി PC ജോഷി നേതൃത്വത്തിൽ കേന്ദ്ര കമ്മിറ്റി ഒരു പ്രമേയം പാസായി. ആ പ്രമേയത്തിൽ സ്വാതന്ത്ര്യം ലഭിച്ചു, ഇന്ത്യയിലെ സ്വാതന്ത്ര്യം നമ്മൾ സ്വാഗതം ചെയ്തു. ഇനി കൂടുതൽ കാര്യങ്ങൾ പുരാതനത്തിലും കൃഷിക്കാർക്കും കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള സമരം തുടരണം എന്നൊരു പ്രസ്താവന പ്രമേയം പാസായി. പക്ഷേ 48 ഫെബ്രുവരി അവസാനം മാർച്ചിൽ നടന്ന പാർട്ടി കോൺഗ്രസ്, രണ്ടാം പാർട്ടി കോൺഗ്രസ് അതിൽ പാസ്സാക്കിയ രാഷ്ട്രീയ പ്രമേയം യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ഇപ്പോൾ സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുള്ളത് യൂറോ അമേരിക്കൻ, അതായത് ആംഗ്ലോ അമേരിക്കൻ കൊളോണിയലിസത്തിന്റെ ഒരു വ്യാജ സ്വാതന്ത്ര്യമാണ്. അവരിൽ നിന്ന് ലഭിച്ചിട്ടുള്ള വ്യാജ സ്വാതന്ത്ര്യമാണ്. അതുകൊണ്ട് സ്വാതന്ത്ര്യം അംഗീകരിക്കാൻ പറ്റില്ല എന്ന രീതിയിൽ പ്രമേയം. ഈ പ്രമേയം നമ്മളെ MP പോളും അതുപോലുള്ള പാർട്ടിക്ക് അകത്തുള്ള ആളുകൾ സാഹിത്യകാരന്മാർ അത് അംഗീകരിച്ചെങ്കിലും പാർട്ടിക്ക് പുറത്തുള്ള പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിലെ ആളുകൾ അതിനെ എതിർത്തു. അതാണ് ഒരു കാര്യം. മറ്റൊരു സ്റ്റാൻഡുമായി ബന്ധപ്പെട്ട കാര്യം അങ്ങനെ നമ്മൾ പറഞ്ഞു. പക്ഷേ സാഹിത്യത്തിന്റെ പരമായ ഒരു കാരണമുണ്ട്, അത് രൂപവത്കരണ. അതായത് ഉള്ളടക്കം നന്നായ പോരാ, രൂപം നന്നാവണം. അത് താമസം കണക്കിന് കൊണ്ട് ഈ സാഹിത്യ നിരൂപണത്തെ കുറിച്ചൊരു പുസ്തകം, പുരോഗമന സാഹിത്യ പ്രസ്ഥാനം എന്തൊരു പുസ്തകമുണ്ട്, സാഹിത്യം എന്ത് എഴുതുന്ന പുസ്തകമുണ്ട്, സാഹിത്യ നിരൂപണം എഴുതുന്ന പുസ്തകം. ഇങ്ങനെ 3-4 പുസ്തകം ലഘുലേഖ. ആ ലഘുലേഖ മലയാളത്തിലെ ലഘുലേഖകളുടെ ഒരു പ്രധാന ആളാണ് താമര. ആ ലഘുലേഖ അദ്ദേഹം പറഞ്ഞു, ഈ മുണ്ടശ്ശേരിക്ക് എന്തോ തകരാറുണ്ട്. കാരണം ആരെങ്കിലും ഒരാള് ഏതെങ്കിലും ഒരു സാധനം ഒരു ആശയത്തിന് ഒരു മേശ ഉണ്ടാക്കുമ്പോൾ എങ്ങനെയുള്ള ഒരു മേശ ഉണ്ടാക്കും, അതൊരു മേശ ഉണ്ടാവണ്ടേ. ഒരു ആശയത്തിന് മേശ ഉണ്ടാക്കുമ്പോൾ എങ്ങനെയുള്ള സാധനം 4 കാലം വെച്ചിട്ടാക്കോ. രൂപം എന്നത് പാവം ഉള്ളടക്കം നമ്മൾ പറയുന്നത് രൂപമില്ലാത്ത സാഹിത്യവും. അവിടെ കമ്മ്യൂണിസ്റ്റുകാർ ഒരിക്കലും തന്നെ സാഹിത്യത്തെ കുറിച്ച് പറയുമ്പോൾ രൂപഭദ്രത വേണ്ടാന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ഭാവമല്ല രൂപം മാത്രം വേണ്ടെന്ന് പറയുന്ന സമയത്ത് രൂപത്വം ആയിക്കോട്ടെ, രൂപം നന്നാവണം, ഉള്ളടക്കം കുഴപ്പമില്ല എന്ന് പറയുന്നത് ശരിയില്ല. നല്ല സൗന്ദര്യം ഉണ്ടാകണം മതി, പക്ഷെ സ്വഭാവം മോശം കുഴപ്പമില്ല എന്ന് പറയുന്നതാണ് മുണ്ടശ്ശേരിന്റെ രൂപവത്കരണം എന്ന് അദ്ദേഹം കഴിയാൻ. എന്ന് മാത്രമല്ല മുണ്ടശ്ശേരി ഓരോ സമയത്തും അഭിപ്രായം പറയുന്ന ആളാണ്. അദ്ദേഹം രമണനെ കുറിച്ച് ആദ്യം രമണൻ പുറത്തിറങ്ങിയ സമയത്ത് രമണനെ കുറിച്ച് അദ്ദേഹം വലിയ പതിപ്പ് പഠിച്ചില്ല. അതൊരു ചവൻ പറഞ്ഞു. പക്ഷെ രമണൻ 15ാമത്തെ പതിപ്പ് 2 വർഷം കൊണ്ട് 3 വർഷം കൊണ്ട് 15ാമത്തെ പതിപ്പിലെത്തിയപ്പോൾ അതിന് അവതാരം എഴുതുന്ന സമയത്ത് മലയാളത്തിൽ ഒരു അത്ഭുതമോ എന്ന് അദ്ദേഹം മുണ്ടശ്ശേരി പറഞ്ഞു. അദ്ദേഹം അവതാരം എഴുതി. അതുപോലെ ചന്ദ്രബാബു ഇന്ദുലേഖ ഒരു ട്രാഷ് ആണ്, അതൊരു 3-ാം കട നോവലാണെന്ന് അദ്ദേഹം ആദ്യം പറഞ്ഞു. CV രാമന്റെ നോവലുകൾ അദ്ദേഹം പറഞ്ഞു. പക്ഷെ കുറച്ച് 2 വർഷം കഴിയുമ്പോഴേക്കും അദ്ദേഹം അതാണ് അഭിപ്രായം ഇരുമ്പലല്ല. അന്നത്തെ കാലത്തെ ചർച്ചയിൽ സാഹിത്യത്തിന്റെ ചർച്ചയിൽ പ്രധാനപ്പെട്ട അഭിപ്രായം എന്നാൽ ഇരുമ്പലല്ല. ദാമോദർ പറയുന്നത് ഈ മുണ്ടശ്ശേരിന്റെ അതിനകത്ത് ഇരുമ്പലല്ല എന്ന് എഴുതി പറയുന്നത്. അങ്ങനെ അത്തരത്തിൽ ഒരുപാട് സാഹിത്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകരും എല്ലാമായിട്ടുള്ള ആളായിരുന്നു അദ്ദേഹം. വളരെ ആളുകൾ ഞാൻ അദ്ദേഹത്തെ കുറിച്ച് അനുസ്മരിക്കുന്നതുകൊണ്ട് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നതാണ്. ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ ഈ പറയുന്ന അദ്ദേഹത്തിന്റെ ഗ്രന്ഥാവലികൾ, ഇങ്ങനെയുള്ള ഈ ഭാരതീയ ജനത, ഇന്ത്യയുടെ ആത്മാവ്, പിന്നെ അതുപോലെ അദ്ദേഹം ആദ്യം തുടക്കം തന്നെ അദ്ദേഹം നെഹ്റു, അതെല്ലാവരും EMS ആദ്യം എഴുതിയ പുസ്തകം ജവഹർലാൽ നെഹ്റു പറ്റിയാണ്. കാരണം നെഹ്റുവാണ് ഇന്ത്യയിലെ കോൺഗ്രസ്സുകാരിലുള്ള ഇടതുപക്ഷക്കാരെ സംബന്ധിച്ചിടത്തോളം, സോഷ്യലിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം അവരെ ഏറ്റവും പ്രതീക്ഷ നൽകിയാണ് നെഹ്റുവാണ്. അതുകൊണ്ട് EMS ആദ്യം എഴുതിയ പുസ്തകം നെഹ്റുവാണ്, ദാമോദർ ആദ്യം എഴുതിയ പുസ്തകം നെഹ്റുവാണ്. ദാമോദരന് ശേഷപ്പെട്ട നെഹ്റു മാത്രമല്ല, ദാമോദരന് ശേഷം ഏക വഴി എന്ന രീതിയിൽ ഗാന്ധിജിയുടെ ഒരു പുസ്തകം, ഗാന്ധിജിയെക്കുറിച്ചുള്ള ഒരു പുസ്തകം എഴുതി തർജ്ജമ ചെയ്തു. കാൾ മാർക്സിനെ കുറിച്ച പുസ്തകം, ഇതാണ് 30 തന്നെ. അതിൽ അദ്ദേഹം അനാഗരസ് മത്സരമായ സമയത്ത് അദ്ദേഹം മീശ വളർത്തുന്നതിന് മുമ്പ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഇതാണ് ദാമോദരനെ സംബന്ധിച്ച് പറയാവുന്ന കുറെ കാര്യങ്ങൾ, രാഷ്ട്രീയമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, രാഷ്ട്രീയ പ്രവർത്തനം പറഞ്ഞത്. പിന്നീട് അദ്ദേഹത്തിന്റെ ജീവചരിത്രം, പിന്നെ അദ്ദേഹത്തിന്റെ ജീവിതം വളരെ ഇവിടെ വക്കീൽ പറഞ്ഞു അദ്ദേഹത്തിന്റെ ദയനീയമായ അദ്ദേഹം വളരെ പ്രശസ്തനായ ഒരു ഡോക്യുമെന്ററി സംവിധായകനാണ്. വളരെ
5 മക്കളുടെ അദ്ദേഹത്തിന് വളരെ ദയനീയമായ രീതിയിലുള്ള ജീവിതം ആയിരുന്നു അദ്ദേഹം. കാരണം അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് പത്മ എന്നാണ്, അദ്ദേഹത്തിന്റെ മകളുടെ മകൻ രഘു എന്നൊരു മകനായിരുന്നു. അയാൾ കുറെ വർഷങ്ങൾ പറഞ്ഞു വന്നത് അദ്ദേഹം ഒരു വലിയ ഭിന്നശേഷിക്കാരനും മറ്റു രീതിയിൽ മറ്റു ആളുകൾക്ക് ജീവിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അത്ര പ്രശ്നം സൃഷ്ടിക്കുന്ന ഒരു ഭിന്നശേഷിക്കാരൻ. മറ്റൊരു മകൻ ശശി എന്നൊരാണ്, കെ പി ശശി. അത് വലിയ ഡോക്യുമെന്ററി സംവിധായകനാണ്, കാർട്ടൂണിസ്റ്റാണ് ഒക്കെയാണ്. അദ്ദേഹം സ്വന്തം അച്ഛനെ പറ്റി എഴുതിയ പറയുന്നത് ഈ ഡൽഹിയിൽ വക്കീൽ നേരത്തെ പറഞ്ഞ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി, സംസ്ഥാനത്തെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ പ്രവർത്തിക്കുന്ന സമയത്ത് 2 റൂമേയുള്ളൂ. ആ വീട്ടിൽ 2 റൂമേയുള്ളൂ. 5 മക്കളും കൂടിയുള്ളത് ഒരു റൂം. ഇദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ വെച്ച് ഇദ്ദേഹം എഴുതാനുള്ള ഒരു ചെറിയ 10x12 മീറ്റർ വലിപ്പത്തിലുള്ള റൂം. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ഡൽഹി. അദ്ദേഹം വേറെ കിട്ടുമായിരുന്നു. അദ്ദേഹമാണ് ചെയിൻ സ്മോക്കറാണ്. അതിൽ ഈ റൂമിൽ അതിനുള്ള അന്തരീക്ഷം അദ്ദേഹം ഉണ്ടായിരുന്നു. അപ്പൊ അതാണ് ഒരു കാര്യം. പിന്നീട് അദ്ദേഹത്തിന്റെ ജീവിതചരിത്രം എഴുതിയില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭാവനയെ പറയുന്ന അവസാനം അദ്ദേഹം 975 ഹരിദാസ് കാലത്ത് അദ്ദേഹം അവിടെ പ്രവർത്തിച്ച സമയത്ത് ഒരു പാക് വംശജനായ ബ്രിട്ടീഷ് പത്രപ്രവർത്തകർ, വളരെ പ്രശസ്തരായ പത്രപ്രവർത്തകർ താരിഖ് അലി എന്നതാണ്. താരിഖ് അലി ഇദ്ദേഹം ഒരു ദീർഘമായ അഭിമുഖ സംഭാഷണം മെമ്മറീസ് ഓഫ് എൻ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ്, ഒരു ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റിന്റെ ഓർമ്മക്കുറിപ്പുകൾ എന്ന പേരിൽ പ്രസിദ്ധപ്പെടുത്തിയ ന്യൂ ലെഫ്റ്റ് റിവ്യൂവിൽ, ലോകവ്യാപകമായി പ്രസിദ്ധീകരിക്കപ്പെട്ട ന്യൂ ലെഫ്റ്റ് റിവ്യൂവിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട ഒരു ഇന്റർവ്യൂ. ആ ഇന്റർവ്യൂ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ കുറിച്ചുള്ള വളരെ വിശദമായിട്ടുള്ള ചർച്ച അദ്ദേഹം നടത്തുന്നത്, അദ്ദേഹത്തിന്റെ വാർത്തകളെ കുറിച്ച് ചർച്ച നടത്തുന്നത്. അത് വളരെ തുറന്ന് അടിച്ചു കുറേ കാര്യങ്ങൾ പറയുന്നത്. എന്തുകൊണ്ടാണ് ഇത്രയധികം പ്രവർത്തിച്ചിട്ടും എന്താണ് ഇന്ത്യയിലും കേരളത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വേണ്ട രീതിയിൽ ഇന്നത്തെ കാലത്ത് ഏറ്റവും പ്രസക്തമായിട്ടുള്ള വളരെ പ്രസക്തമായിട്ടുള്ള ശരീരത്തികൾ അദ്ദേഹം പറഞ്ഞ ശരീരത്തികളെ കുറിച്ച് കണക്കില്ല. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം അത് വളരെ വിശദമായി കടന്നുപോയി. അദ്ദേഹം അതിലേക്ക് വിശദമായി കടന്നുപോവുകയും അദ്ദേഹം പറയുന്നു 1917 മുതൽ 24 മുതൽ 50ന്റെ ആദ്യം വരെയുള്ള റഷ്യയിൽ സോവിയറ്റ് യൂണിയനിൽ മഹാനായ നേതാവ് സ്റ്റാലിൻ എന്നുള്ള മഹാനായ നേതാവ് എന്നുള്ള ഒരു കൺസെപ്റ്റ് അത് പൂർണ്ണമായും അംഗീകരിക്കുന്ന നില ഉണ്ടായപ്പോ ആ സ്റ്റാലിന്റെ കാലഘട്ടത്തിൽ അവിടെ ഉണ്ടായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ സോവിയറ്റ് യൂണിയൻ, ആ സോവിയറ്റ് യൂണിയൻ ഉണ്ടായ പ്രശ്നങ്ങൾ അത് ഇന്ത്യയിലും കൂടെ ബാധിക്കും. ഇവിടെ ബാധിക്കുന്നത് 1942 ആദ്യമായിട്ട് ബാധിക്കുന്നത് ക്വിറ്റ് ഇന്ത്യ സമരത്തെ കുറിച്ചുള്ള കമ്മ്യൂണിസ്റ്റുകാരുടെ സമീപനം. ഞാൻ ഈ പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിമർശനത്തിൽ പോയി വിലയിരുത്തിയ കാര്യമാണ്. ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ എന്ത് വേണം, അത് എന്താണ് മഹാരാഷ്ട്ര വിപ്ലവം. ഞാൻ ആദ്യം കുറച്ച് നേരത്തെ പറഞ്ഞു, തുടർന്ന് ഞാൻ പറഞ്ഞു 40-ല് ഗാന്ധിജി അവതരിപ്പിച്ച പ്രമേയത്തില് ഇദ്ദേഹം അവതരിപ്പിച്ച ഭേദഗതിയും അത് നെഹ്റു ഉണ്ടായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞത്. ഇത് നമുക്ക് രണ്ടും പ്രത്യേകമാണ്. അപ്പൊ എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും ജയിലാണ്. പക്ഷെ 41 ജൂലൈക്ക് ശേഷം 42 ജൂലൈ ആ സമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീരുമാനമെടുത്തു ഈ സോവിയറ്റ് യൂണിയൻ യുദ്ധത്തിൽ ചേർന്നു. സോവിയറ്റ് യൂണിയൻ സഖ്യകക്ഷിയോടൊപ്പം അച്ചുതണ്ട് ശക്തികൾക്കെതിരായിട്ട് സഖ്യകക്ഷിയോടൊപ്പം ചേർന്നപ്പോ യുദ്ധത്തിന്റെ സ്വഭാവം മാറി എന്ന ഒരു തീരുമാനം പറഞ്ഞു. ഇത് വേണ്ട ഈ ചർച്ച ചെയ്തിട്ടില്ല, ചർച്ച ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ വലിയ ചർച്ച പ്രശ്നം ഉണ്ടാവുകയും കേരളത്തിൽ ഒരുപാട് പ്രശ്നം നമുക്ക് എല്ലാവർക്കും അറിയില്ലെങ്കിൽ പോലും വലിയ പ്രശ്നമുണ്ടായി. ജയിലിൽ വെച്ച് വലിയ രീതിയിൽ ഡിസ്കഷൻ. ജയിലിൽ അത് AKGയുടെ 1900 AKG പറഞ്ഞത് ജയിലിൽ വലിയ ഡിസ്കഷൻ നടന്നു. ഞാൻ ആ ജനകീയ ജനകീയ യുദ്ധമായി എന്നുള്ള പുതിയ സിദ്ധാന്തത്തെ അംഗീകരിച്ചു. പക്ഷെ താമസം പോലുള്ള ആൾക്കാരത് അംഗീകരിച്ചിട്ടാണ് AKGയുടെ ജീവിതത്തിൽ പറയുന്നത്. അതുപോലെ നമുക്കറിയാം ഇവിടെ CH കണാരനും നമ്മുടെ മലബാർ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മ്യൂണിസ്റ്റ് നേതാക്കളായിട്ടുള്ള CH കണാരനും TK രാജേന്ദ്രനാണ്. അവരൊക്കെ ഇത് എതിർത്തു. ഈ ക്വിറ്റ് ഇന്ത്യ സമരത്തിനെ നമ്മൾ എതിർക്കുന്നതും ജനകീയ യുദ്ധമായി എന്ന് പറയുന്നതും ശരിയല്ല എന്ന് പറഞ്ഞതിൽ CH കണാരനും TK രാജേന്ദ്രനും പാർട്ടി നേതൃത്വത്തിൽ പുറത്താക്കി. ജയിലിൽ വെച്ച് കെ ദാമോദരൻ പറഞ്ഞ അഭിപ്രായം ബ്രിട്ടീഷ് ഇന്റലിജൻസ് കിട്ടുകയും അദ്ദേഹത്തെ ഒഴിച്ച് ബാധ്യത കിട്ടും.
48 കൃഷ്ണപ്പിള്ളി അടക്കമുള്ള എല്ലാവരും വീട്ടിൽ തന്നെ വിട്ടവരുണ്ട്. ദാമോദരൻ 45 വരെ അവിടെ പിടിച്ചു. കാരണം ദാമോദരൻ ഈ വിട്ടനെതിരായിട്ട് നിലപാടെടുത്തു. ഇന്നർ സെക്ടറിൽ എടുത്ത നിലപാടിനെ പറ്റി ബ്രിട്ടീഷ് ഇന്റലിജൻസ് കിട്ടിയ വിവരം വെച്ച് അദ്ദേഹത്തെ അവിടെ തന്നെ വെച്ചു. അവിടെ അദ്ദേഹത്തിന് അതിന് കൂടുതൽ കാര്യങ്ങൾ അറിയില്ല. പിന്നീട് അദ്ദേഹം പുറത്തിറങ്ങി 2 കൊല്ലം കഴിയുമ്പോഴേക്കും അദ്ദേഹം വീണ്ടും അറസ്റ്റ് ചെയ്തു. 48 സംഭവം അറസ്റ്റ് ചെയ്ത് പോയി. അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ അറിയാതെ താരിഖ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് 48 സംഭവം 48 ഉള്ള സംഭവത്തെ വെച്ചാൽ EMS കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിലെ മുസ്ലിം EMS സ്വീകരിക്കുന്നത് അതൊക്കെ പറയുന്നത്. കാരണം 48 രണ്ടാം പാർട്ടി കോൺഗ്രസിൽ ഇത്തരത്തില് ഈ പറഞ്ഞ സ്വാതന്ത്ര്യത്തെ കുറിച്ചുള്ള ഈ കാഴ്ചപ്പാട് ഇന്ത്യൻ രണ്ടുപേരുടെ നേതൃത്വം എടുക്കുന്ന സമയത്ത് അതുവരെയുള്ള 34 മുതൽ 48 വരെ സെക്രട്ടറി 14 വർഷം സെക്രട്ടറി പ്രൊഫസർ PC ജോഷിയെ ആദ്യം കേന്ദ്ര കമ്മിറ്റി ഒഴിവാക്കുകയും 2 മാസം 3 മാസം കഴിഞ്ഞ് അദ്ദേഹം പുറത്താക്കുന്നു. പാർട്ടിയിൽ പുറത്താക്കി PC ജോഷി. ഈ സംഭവം വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടാക്കിയത് താരിഖായിട്ടുള്ള അഭിമുഖ സംഭാഷണത്തിൽ ദാമോദരൻ പറയുന്നു. പക്ഷെ അദ്ദേഹം പറഞ്ഞ എനിക്ക് നിർവാഹമില്ല, കാരണം ഞാൻ ജയിലാണ്, എനിക്കൊന്നും പറയാൻ കഴിയില്ല, ഞാൻ ദേശീയ പാർട്ടിയിലല്ല. EMS പറയുന്നു ഞാൻ വ്യത്യസ്തമായ നിലപാട് കേരള പാർട്ടി ഇതിനെതിരായ നിലപാട് എടുത്തതിന്റെ പേരിൽ എന്നെ പോളിറ്റ് ബ്യൂറോ എടുത്തില്ല. അത് EMS അദ്ദേഹം പറയുന്നു. എന്തുമാത്രമല്ല സുന്ദരയ്യ ഈ നിലപാടിന് അനുകൂലമാണ്. ഈ 48 കൽക്കട്ട കേസിന് അനുകൂലമാണ്. പക്ഷേ PC ജോഷി ഒഴിവാക്കുന്നത് ശരിയല്ല എന്ന് നിലപാടെടുത്ത് ഈ സുന്ദരയ്യയും പോളിറ്റ് ബ്യൂറോ എടുത്തില്ല. ഇങ്ങനെ അത് പറയുന്നു. ഇങ്ങനെ ചില പ്രശ്നങ്ങൾ ഉണ്ടായി. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഇന്ത്യയിൽ ഏറ്റവും വലിയ തിരിച്ചടി നേരിട്ടത് ഈ 2 പ്രശ്നമാണ്. അത് പിന്നീട് പിൽക്കാലത്ത് EMS കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിലുള്ള മുസ്ലിം പറയുന്നത് ഇത് താരിഖിനോടുള്ള സംഭാഷണത്തെ പറയുന്നു. അത് പുറമെ വേറെ പ്രധാനപ്പെട്ട കാര്യം വെച്ചാല് ഈ സംഭവത്തിന് മെമ്പേഴ്സ് പാർട്ടിയുടെ അംഗസംഖ്യ 80,000 20,000 അത്രയും കുറഞ്ഞു. വലിയ രീതിയിൽ കുറഞ്ഞു. 1000-ലധികം ആൾക്കാർ കൊല്ലപ്പെട്ടു. ഒരുപാട് പ്രശ്നങ്ങൾ. അപ്പൊ ഇങ്ങനെയുള്ള സംഭവത്തിന് ശേഷം ഈ താരിഖിനോട് അദ്ദേഹം പറയാണ് ഇങ്ങനെയൊക്കെയാണെങ്കിൽ പിന്നീട് ഈ പറഞ്ഞ പിന്നെ ഹംഗറി പ്രശ്നം 1957, 58, 56 ഹംഗറിയിൽ സോവിയറ്റ് പട്ടാളം പോയതിനെ പറ്റി അന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി, ഇവിടെ കേരള പാർട്ടി സെക്രട്ടറി അച്യുതമേനോൻ അദ്ദേഹം പാർട്ടിയെ രാജിച്ചു. ഈ ഹംഗറിയിൽ ബ്രിട്ടീഷ് സോവിയറ്റ് പട്ടാളക്കാരെ. പക്ഷെ ഒരാഴ്ച കൊണ്ട് അദ്ദേഹം അത് തിരിച്ചു വന്നു. ആ മന്ത്രിസഭയിൽ അദ്ദേഹം ധനമന്ത്രിയായി എന്നൊക്കെ നമുക്കറിയാം. പക്ഷെ 64 പ്രാഗ് വസ്ത്രം എന്ന രീതിയിൽ ചെക്കോസ്ലോവാക്യയിൽ വലിയ പ്രശ്നമായി. ചെക്കോസ്ലോവാക്യ ഇല്ല, യുഗോസ്ലോവാക്യ 3 രാജ്യങ്ങളായിട്ട് പോയി എന്നൊക്കെ പറയാം. ചെക്കോസ്ലോവാക്യയുടെ കാര്യങ്ങൾ അറിയാം. അവിടുത്തെ സോഷ്യലിസ്റ്റ് ഭരണകൂടത്തെ താഴ്ന്നു. ചെക്കോസ്ലോവാക്യയിൽ അവിടെ വിദ്യാർത്ഥികൾ പ്രശ്നമുണ്ടായ പ്രാഗ് വസ്ത്രം യൂറോപ്പ് കമ്മ്യൂണിസ്റ്റ് ഉണ്ടായപ്പോ ഇത് വിശദീകരിച്ചു പോകാൻ സമയമില്ലാത്തതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോ അതിന് CPI ആണ്. ഏതാമത് CPIയുടെ കേന്ദ്ര നേതാവാണ്, രാജ്യസഭാ മെമ്പറാണ്. അദ്ദേഹം അത് എതിർത്തു. അദ്ദേഹം പറഞ്ഞു സോവിയറ്റ് യൂണിയൻ ഇങ്ങനെ പോയാൽ ശരിയായില്ല എന്ന അഭിപ്രായം CPIയുടെ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ പറഞ്ഞു. പക്ഷെ CPI പറഞ്ഞാൽ നമുക്ക് അത് പിന്നീട് തീരുമാനിക്കാം, കുറച്ച് നാൾ കഴിഞ്ഞ് തീരുമാനിക്കാം എന്ന രീതിയിലേക്ക് അദ്ദേഹം പോയി. പക്ഷേ 3 ആഴ്ചക്കകം അദ്ദേഹത്തിന്റെ സ്ഥാനങ്ങൾ സസ്പെൻഡ് ചെയ്തു എന്നുള്ള രീതിയിൽ അദ്ദേഹത്തെ ശാസിച്ചു എന്നൊരു വാർത്ത അവർ പ്രസിദ്ധീകരിച്ചു. അദ്ദേഹത്തിന് അത് പത്രങ്ങൾ, ഇന്ത്യയിലുള്ള പത്രങ്ങളായ ഇന്ത്യ പത്രങ്ങൾ, മറ്റും വിദേശത്തുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി പത്രങ്ങളൊക്കെ ഏതാണെന്ന് ചെക്കോസ്ലോവാക്യ പാർട്ടി ഇഷ്യൂവിൽ അദ്ദേഹം എടുത്ത നിലപാടിന്റെ പേരിൽ അദ്ദേഹത്തെ CPI തള്ളി പറഞ്ഞു. കാരണം സോവിയറ്റ് യൂണിയൻ പറയുന്ന സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്ന അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയായിരുന്നു അക്കാലത്ത് CPI. അക്കാലത്ത് അങ്ങനെ ഏതാണെന്ന് ഈ ഇത് നഷ്ടപ്പെടാം. അത് അദ്ദേഹം പിന്നെ എവിടെ ഇദ്ദേഹം എഴുതി വെച്ചല്ല, ഇദ്ദേഹം താരിഖ് കൊടുത്ത ഇതിന്റെ അവസാനമായി പറയുന്നു. അദ്ദേഹം പറയുന്നത് CPIയും CPIയും തമ്മിലുള്ള പിളർപ്പിന്റെ കാരണം ഒരു ഭാഗം സോവിയറ്റ് യൂണിയൻ ഭാഗം, ഒരു ഭാഗം ചൈനയുടെ ഭാഗം കൂടിയതുകൊണ്ടാണ് എന്ന വാദം തെറ്റാണ്, ശരിയല്ല. അതുമല്ല, ഇന്ത്യയിലുള്ള തെരഞ്ഞെടുപ്പിലുള്ള തെരഞ്ഞെടുപ്പിലുള്ള സഖ്യകക്ഷികൾ ആരാണെന്നുള്ളതിനെ കുറിച്ചുള്ള തർക്കമാണ്. അത് 2 ഭാഗത്ത് പറയുന്നിടത്തും കുറച്ചൊക്കെ ഇതുണ്ടായിരുന്നു. അത് ഒരു ഭാഗത്ത് മാത്രമായിട്ട് ശരി ഇല്ല എന്ന് അദ്ദേഹം പറയുന്നു. എന്ന് പറയുന്നത് മാത്രമല്ല, ശേഷം അദ്ദേഹം പറയുന്നത് ഒരു കാര്യം കൂടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണം ഡാങ്കയുടെ തട്ടാണ്. എസ് എ ഡാങ്കെ 924 കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചില്ല എന്ന് പറയാം. രൂപീകരിച്ചിട്ട് താഷ്കന്റ് രൂപീകരിച്ചേ ഉള്ളൂ, വേറെ കൂടെ നടന്നില്ല. അപ്പൊ അത് ഡാങ്കെ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ ഡാങ്കെ കത്ത് കൊടുത്തു. നമ്മളെ സവർക്കർ കൊടുത്ത 7 കത്തുണ്ടല്ലോ, അതുപോലത്തെ കത്ത് ഡാങ്കെ
ഭരണാധികാരിക്ക് കത്ത് കൊടുത്തു. സമരത്തിന് 7 കത്ത് കൊടുത്തു. പിന്നെ ഇങ്ങനെ കുറച്ച് കത്ത് കൊടുത്തോടുകയാണ്. അദ്ദേഹം പക്ഷെ വളരെ ചെറുപ്പത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപപ്പെട്ട പോലുമില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകനല്ല. അദ്ദേഹം രാഷ്ട്രീയപ്പെട്ട തൊഴിലാളി പ്രവർത്തനമാണ്. ആ തൊഴിലാളി പ്രവർത്തകനായ ഡാനിയെ ഒരു കത്ത് കൊടുത്തു. ആ കത്ത് ബ്രിട്ടീഷ് ആർക്കൈവ്സിന് കിട്ടി. ഈ കത്തിനെ കുറിച്ച് പറയണം, അത് അന്വേഷിക്കണം എന്നുള്ള സംഭവമാണ്. ഈ ഇങ്ങനെ കത്തില്ലാത്ത ന്യായ കത്താണെന്ന് ഡാനിയെ പറഞ്ഞു. അത് തന്നെ ഡാനിയെ അനുഭവിക്കുന്ന ഒരു ഭാഗം പറഞ്ഞു. അത് അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കമ്മിറ്റി ഉണ്ടാക്കണമെന്ന് പറഞ്ഞപ്പോൾ ആ കമ്മിറ്റി ഉണ്ടാക്കാതെ പെട്ടെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തർക്കമുണ്ടായ 31 ആളുകൾ AKTയും പിന്നെ അതുപോലെ നായനാരും AVയും അടക്കമുള്ള 31 ആളുകൾ ഇറങ്ങി വരുന്നത് ആ സംഭവം ബന്ധപ്പെട്ടാണ്. അത് കേരളാമത് അവസാന കാലത്ത് അദ്ദേഹം സമ്മതിക്കുന്നു. യഥാർത്ഥത്തിൽ സോവിയറ്റ് യൂണിയൻ ചൈനയൊക്കെ ബന്ധപ്പെട്ട വിഷയമല്ല, ഈ പ്രശ്നമാണ്, ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. അതിനൊരു കത്തുണ്ട്, ഡാനിയലൊരു കത്തുണ്ട് എന്ന് അദ്ദേഹം കത്തിന്റെ എന്നുള്ളത് സത്യമാണെന്നും കൂടി അദ്ദേഹം അതിൽ പറയുന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഇത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇത് യോജിച്ച് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും വിവിധ നക്സൽ ഗ്രൂപ്പുകളും ഒക്കെ യോജിച്ച് പോകേണ്ടതുണ്ട്. നമുക്കറിയാം ബീഹാറിൽ നടക്കുന്ന അവിടെ CPIM-ഉം CPI-യും CPM-ഉം എല്ലാം കൂടി ചേർന്നുള്ള ബീഹാറിലും ആ ഇദ്ദേഹം ദീർഘദർശനം നടത്തിയാണ് ഒരു സംഭവം. പിന്നെ നമ്മുടെ ദാമോദരൻ ദീർഘദർശനം നടത്തിയ സംഭവമാണ് അവിടെ നടക്കുന്നത്. അവിടെ ബീഹാറിലുള്ള ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതൊക്കെ വളരെയധികം വിശദീകരിക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷെ സമയത്തോടുകൂടി ഞാനത് വിശദീകരിക്കുന്നില്ല. ഇത്തരത്തിലുള്ള ഒരു സവ്യസാഹിയായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലും ഇന്ത്യയിലും അത്രയും പ്രതിഭാശാലി കൃഷ്ണാശാലിക്കുന്ന ഒരാൾ അത് വളരെ കുറച്ചാളുകൾ മാത്രം, അത്തരത്തിലുള്ള 4 വർഷമാളുകൾ മാത്രമേ ഉണ്ടാവും, വളരെ കുറച്ചാളുകൾ മാത്രമേ ഉണ്ടാവും. ആ മനുഷ്യന്റെ അവസാന കാലത്ത് അദ്ദേഹം വിശ്വസിച്ച പ്രസ്ഥാനത്ത് പോലും ഒറ്റപ്പെട്ട് CPI ആയിരുന്നു അദ്ദേഹം വിശ്വസിച്ച പ്രസ്ഥാനം. ആ പ്രസ്ഥാനത്ത് ഒറ്റപ്പെട്ട് അദ്ദേഹം അവസാനം പറയുന്നു ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളിലേക്കാണ് ശരിയിലേക്ക് എത്തുക. അതിനുവേണ്ടി കമ്മ്യൂണിസ്റ്റുകാർ ആകെ തന്നെ യോജിക്കുകയും എങ്ങനെ യോജിക്കണം, മാർക്സിസം ലെനിനിസത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് യോജിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം താരീഖരിയുമായിട്ടുള്ള അഭിമുഖ സംഭാഷണം അവസാനിക്കുന്നത്. ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് ദാമോദരന്റെ ജീവിതത്തെ കുറിച്ച് ചെറിയൊരു വെളിച്ചം മാത്രമേ വീശാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്ന കുറ്റബോധത്തോട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.